ദൈവസന്നിധിയിൽ അടച്ച് നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ കരുതി നടത്തിയ വർഷങ്ങൾ, ദിനങ്ങൾ എല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് ഓർക്കാം. ഒരു പുനരുദ്ധാനത്തിൻ്റെ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധി വരുവാൻ ദൈവം നമുക്ക് തന്ന നല്ല ഭാഗ്യത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ പകലിൽ നമ്മൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കണം. കർത്താവിൻ്റെ വചനം ജീവനുള്ളതാ, ചൈതന്യമുള്ളതാ, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ ദൈവത്തിൻ്റെ വചനം. അതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് നല്ല 100 മടങ്ങ് ഫലമുള്ളതാക്കി മാറ്റുന്നതാണ് ദൈവവചനം. ദൈവവചനത്തിൻ്റെ പ്രത്യേകത നിലത്ത് വീഴപ്പെട്ടതായി മാറണം. വീഴപ്പെടുന്നതിനെ ദൈവം മാനിക്കുന്നതാ, അനുഗ്രഹിക്കുന്നതാ. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അറിയുക, വചനം ഗ്രഹിക്കപ്പെടുന്നതും വീഴപ്പെടുന്നതും ഫലത്തിൽ വരുന്നത് നമ്മുടെ ഏറ്റവും വലിയ താഴ്മയുള്ളവരുടെ അകല. വചനത്തിൻ്റെ പ്രത്യേകത ഏതാ? ഏറ്റവും നീരൊഴുക്കുള്ളത് ഏറ്റവും താഴ്മയിലേക്ക് വരുമ്പോഴാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു വെളിപ്പാടുകൾ ദൈവം തരട്ടെ. എല്ലാറ്റിനുമായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിലെ ദൈവം നമ്മളെ കരുതി നടത്തുന്നതിനാലും ഈ പകലിൽ നമ്മൾ കേൾക്കുന്ന വചനം അതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് ക്രിയ ചെയ്യുന്നതിനാലും ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. വീണ്ടും വരുന്ന കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല ഒരു പുനരുദ്ധാനത്തിൻ്റെ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ സ്തുതിപ്പാൻ ഒക്കെയും ദൈവം തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സങ്കീർത്തനം 115 അധ്യായത്തിൻ്റെ അതിൻ്റെ 14 വാക്യം. സങ്കീർത്തനം 115 അധ്യായത്തിൻ്റെ 14 വാക്യം വചനം പറയുന്നു, യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളുടെയും നിങ്ങളുടെ മക്കളെയും തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഒരു അഭിഷേകത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കരുതൽ, ദൈവം കൂടെ ഇരിക്കുമ്പോൾ, അതാണ് ബൈബിൾ പറയുന്നു, ദൈവം നമ്മളെ കൂടെ നടത്തുമ്പോൾ ദൈവം നമ്മളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമ്മുടെ അകത്ത് വ്യക്തതയോടുകൂടെ നമ്മുടെ അകത്തൊരു കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാകണം. ഹല്ലേലൂയ. ഒരു ചിന്ത അകത്തുണ്ടാകണം. ഹല്ലേലൂയ. നമ്മുടെ ഭാവിയെ മാറ്റുവാൻ അറിയുന്ന, നമ്മുടെ ആര് നമ്മളെ കരുതുന്നതിനേക്കാളും നമ്മുടെ ഭാവിയെ കരുതുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആര് നമ്മളെ കരുതിയാലും പരിമിതിയുണ്ട്, അതിനപ്പുറേ കരുതുവാൻ അറിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഹല്ലേലൂയ. ഇന്നത്തെ ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഒരു കരുതുന്ന ഒരു നല്ല കർത്താവിനെക്കൊണ്ട്. ഹല്ലേലൂയ. നമ്മുടെ അമ്മയപ്പന്മാർ കരുതിയാൽ ഒരു പരിമിതിയുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ആരെല്ലാം കരുതിയാലും, ഈ ലോകത്തിൽ കരുതി വെച്ചാലും എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. പക്ഷെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി കരുതിയാൽ പരിമിതിയില്ലാത്ത ഒരു അനുഗ്രഹം വരും. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരു അനുഗ്രഹത്തിലേക്ക്? പരിമിതിയില്ലാത്ത ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. മനുഷ്യൻ ചില വാതിലുകൾ നമുക്ക് വേണ്ടി അടച്ചു കളഞ്ഞാലും ദൈവം നമുക്കായി വാതിലുകളെ തുറക്കുന്നവനാണ്. മനുഷ്യൻ നമ്മുടെ ചില പ്രവർത്തികൾ കണ്ട് മനുഷ്യൻ ചിലപ്പോൾ നമ്മളെ മാറ്റി നിർത്താം. മനുഷ്യൻ പലയിടത്തും നമ്മളെ മാറ്റി നിർത്താം. സഹോദരന്മാരെ മാറ്റി നിർത്താം. ഹല്ലേലൂയ. മാതാപിതാക്കന്മാർ മാറ്റി നിർത്താം. ആരൊക്കെ മാറ്റി നിർത്തിയാലും മാറ്റി നിർത്താത്ത ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിയണം, നമ്മുടെ ഭാവിയുടെ മുൻപിൽ അറിയണം, നമ്മുടെ ഭാവിയെ കരുതുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന വാക്കിനകത്ത് പറയുന്നു, യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെ തന്നെ. എല്ലാവരും ഒന്ന് വായിച്ച് ആ ഭാഗം ഒന്ന്. ഹല്ലേലൂയ. എല്ലാവരും മൗനമായിരിക്കാതെ ഒന്ന് വായിച്ച്, യഹോവ ഞങ്ങളെ മേൽക്കുമേൽ ഒന്ന് വർദ്ധിപ്പിക്കട്ടെ. നിങ്ങളെ എന്നുള്ളത് മാറ്റി ഞങ്ങളെ മേൽക്കുമേൽ ഒന്ന് വർദ്ധിപ്പിക്കട്ടെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും തന്നെ. എത്ര പേര് സ്വാമി പറയും? ഹല്ലേലൂയ. ദൈവം ഞങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കാൻ പോകും. എത്ര പേര് വിശ്വാസത്തെ വിളിച്ചു പറയും? ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തൊന്നും വലിയ സന്തോഷമില്ല. ഞാൻ ഈ വചനം എഴുതുമ്പോൾ എൻ്റെ അകത്തൊരു തുള്ളലുണ്ട്. ഹല്ലേലൂയ. ഒരു വലിയ സന്തോഷമുണ്ട്. ദൈവം ഹല്ലേലൂയ. ദൈവം മേൽക്കുമേലൊന്ന് വർദ്ധിപ്പിക്കാൻ പോകും. വിശ്വസിക്കുന്നുണ്ടോ? ദൈവം അടുത്ത തലത്തിലേക്ക് നമ്മളെ മാറ്റാൻ പോകുന്ന എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ദൈവം ഒരു വർദ്ധനവ് തരാൻ പോകുന്ന
എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞ 2024-23 ചില പ്രാർത്ഥനാ വിഷയമുണ്ടായിരുന്നു. ആ പ്രാർത്ഥനാ വിഷയം 2024 അതേ വിഷയമായിട്ട് നമ്മൾ പോയി. 2025 കയറിയപ്പോൾ 24 വിഷയമായിട്ട് 25 നിൽക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം വരണം. കർത്താവ് പറഞ്ഞ മേൽക്കുമേൽ ഒരു വർധനവാണെങ്കിൽ ആ വിഷയത്തിന്റെ മുകളിൽ ഇന്ന് പകലിൽ ആത്മാവിനകത്ത് പറ ഒരു ജയമെടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിനകത്ത് വിശ്വാസത്തോടെ വിളിച്ചു പറയണം. 2024 രോഗിയാണെങ്കിൽ 2025 രോഗിയായി ഇരിപ്പാനല്ല, സൗഖ്യത്തോടെ ഇരിപ്പാനാ. അല്ലെങ്കിൽ 2024 പ്രതികൂലത്തിനകത്തൂടെ നടന്നെങ്കിൽ 2025 സ്വസ്ഥതയിൽ ഇരിപ്പാനാ സ്വർഗത്തിലെ ദൈവം വിളിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിനകത്തറിയണം. ഉയർന്നു നിൽക്കുന്ന ചില വൃക്ഷങ്ങൾ ഉണങ്ങുമ്പോ ഉണങ്ങി നിൽക്കുന്ന ചില വൃക്ഷങ്ങളെ തമ്പുരാൻ തളർപ്പിക്കുന്ന വർഷമാ. ആത്മാവിനകത്ത് കാണുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അത് തലമുറകളുടെ മേൽ ദൈവം തമ്പുരാനിടും. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കാത്ത സമയത്ത് ദൈവം ചില പ്രവൃത്തികൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിങ്ങൾ ചിന്തിക്കാതിരിക്കുന്ന സമയത്ത് ദൈവം ചില റൂട്ടുകളെ ഈ പകൽ ദൈവത്തിന്റെ ആത്മാവ് ഞാൻ പറയുന്നു ചില വഴികളെ ദൈവം മാറ്റാൻ പോകും. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ അകത്തത്ര വിശ്വാസത്തിൽ പോരാ എന്ന് എനിക്ക് തോന്നിക്കൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയുന്നു. ഇന്ന് ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ വിളിച്ചു പറയുന്നു, ദൈവം ചിലരുടെ ഭാവിയെ ഈ പകല് ദൈവം മാറ്റാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകല് ചിലർക്ക് വേണ്ടി ദൈവികമായ കരുതലുകളെ, ദൈവികമായ പദ്ധതികളെ ദൈവം അത് ചെയ്യാൻ പോവുക. ഹല്ലേലൂയ. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഈ ഞായറാഴ്ചക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ദൈവം ചിലരെ വരുത്തി അനുഗ്രഹിക്കുന്ന അവസ്ഥകളിലേക്ക് ദൈവം നമ്മളെ മാറ്റും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യഹോവയായ ദൈവം പറഞ്ഞു വെച്ചു, യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കും, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ. അപ്പം ബൈബിൾ പറയുന്നു ഒരു വർദ്ധനവില്, ഒരു അനുഗ്രഹത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. 1 ദിനവൃത്താന്തം അതിന്റെ 29 അധ്യായം. അധികം വാക്യങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ വേഗത്തിൽ നിൽക്കണം. 1 ദിനവൃത്താന്തം 29 അധ്യായം 11 വാക്യം. യഹോവേ അപ്പൊ ദൈവത്തെ കുറിച്ച് പറഞ്ഞതിനകത്ത് യഹോവയായ ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ പറയുന്നു, യഹോവ മഹത്വമുള്ളവനാണ്, ശക്തിയുള്ളവനാണ്, തേജസ്സുള്ളവനാണ്, യജസ്സുള്ളവനാണ്, മഹിമയുള്ളവൻ. നിനക്കുള്ളത് സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ഒക്കെയും നിനക്കുള്ളതാണ്. ഇപ്പൊ ഈ ഭൂമിക്കകത്തുള്ള ഈ ഭൂമിയിലുള്ളത് സ്വർഗത്തിലുള്ളത് മുഴുവൻ യഹോവയുടേതാ. എന്നിട്ട് പറയുക, യഹോവേ രാജ്യത്വം നിനക്കുള്ളതാകുന്നു, നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു, നീ സർവവും ഭരിക്കുന്നു, ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു, സകലത്തെയും വലുതാക്കുന്നതും. അപ്പം നമ്മുടെ അകത്തൊന്നറിഞ്ഞ് ദൈവത്തിന്റെ മഹത്വം മുഴുവൻ ഞാൻ പറഞ്ഞു നിർത്തി. ദൈവം ആരാണെന്ന് പറഞ്ഞു നിർത്തി. കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഉപവാസ പ്രാർത്ഥന ഇതിനെ കുറച്ചുകൂടെ ഞാൻ എടുത്തിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് കടന്നു പോകുന്നേ. അപ്പൊ ഇവിടെ പറയുന്ന വാക്കിനകത്ത് നിങ്ങൾ നോക്കിയേ, സകലത്തെയും വലുതാക്കുന്നതും അങ്ങയുടെ പ്രവൃത്തിയാ. അപ്പൊ നമ്മളെ ഒന്ന് വലുതാക്കണമെന്ന് ദൈവം ഒന്ന് തീരുമാനിച്ചാൽ ആർക്കെങ്കിലും തടയാൻ പറ്റുമോ? എൻ്റെ കൂടെ നിങ്ങളില്ലല്ലോ. നിങ്ങളുടെ വിശാലതയിലേക്ക് ദൈവം നിങ്ങളെ ഒന്ന് വരുത്താൻ പോവാൻ ദൈവം ഒരു തീരുമാനമെടുത്താൽ, ഇന്ന് പകൽ എത്ര പേർ എൻ്റെ കൂടെ വരുന്നുണ്ട്? ദൈവം നിങ്ങളുടെ സ്ഥിതിയെ ഒന്ന് മാറ്റാൻ പോവാന്ന് ദൈവം ഒരു തീരുമാനമെടുത്തു. എൻ്റെ കൂടെ ഇല്ലല്ലോ നിങ്ങൾ. ഞാനിത് പറയുന്നത് ഞാൻ എന്നെ കണ്ടോണ്ടാ പറയുന്നേ. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലേലും സ്ഥിതി മാറാൻ പോവാണെന്ന് ദൈവം പറഞ്ഞതെങ്കിൽ ഹല്ലേലൂയ. അപ്പൊ ഇവിടെ പറയുന്ന വാക്കിനകത്ത് നിങ്ങൾ ദൈവം പറയുന്ന വാക്ക് നിന്റെ സകലവും, ഞാൻ ഈ പറഞ്ഞു വന്ന ധനവും മാനവും ബഹുമാനവും രാജ്യത്വവും മുഴുവൻ ആരുടെ കൈ നിൽക്കുക? ദൈവത്തിന്റെ കൈ നിൽക്കുക.
ദൈവം മുന്നമേ സങ്കീർത്തനത്തിൽ പറഞ്ഞു, നിങ്ങളുടെ മക്കളെ എന്ത് ചെയ്യാൻ പോവാ? നിങ്ങൾ ഇതിന്റെ കൂടെ വായിച്ചു, ഒന്ന് വർദ്ധിപ്പിക്കാൻ പോവാ. ഒരു പ്രവചന ശബ്ദമായി ഇന്ന് പകൽ വരുന്നത്. ഒരു പ്രവചനത്തിനു വേണ്ടി മാത്രമേ ഈ വചനം എടുത്തുകൊണ്ട് നിൽക്കുന്നത്. ഇവിടെ ആത്മാവ് ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുമ്പോൾ നിങ്ങൾ നോക്കണം, യഹോവയായ ദൈവം പറഞ്ഞു വെച്ചു, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഞാനൊന്ന് വർദ്ധിപ്പിക്കാൻ പോവുക. അപ്പൊ ഏതെല്ലാം മണ്ഡലങ്ങളിനകത്തുണ്ട്, ധനമുണ്ട്, മാനമുണ്ട്, ശക്തിയുണ്ട്, ബലമുണ്ട്, എല്ലാം യഹോവയ്ക്കകത്ത് ചോദിച്ച രാജ്യത്വവും യഹോവയ്ക്കാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവം ഒരു തീരുമാനമെടുത്താൽ ആർക്കും അതിനെ തടയാൻ പറ്റത്തില്ല. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ആർക്കും തടയാൻ പറ്റത്തില്ല. എന്നിട്ട് പറയുമോ, ബലവും നിന്റെ കയ്യിലിരിക്കുന്നു, സകലത്തെയും അപ്പം നമ്മളെ ഒന്ന് വലുതാക്കണമെന്ന് ദൈവം തീരുമാനിച്ചാൽ, ഒന്ന് ഉയർത്തണമെന്ന് ദൈവം തീരുമാനിച്ചാൽ ആർക്കും അതിനെ തടയാൻ പറ്റത്തില്ല. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ദൈവം ഞാൻ ഇതിനെ മുഴുവൻ കൊണ്ടുവരും. ദൈവം ഒരുവന്റെ സ്ഥിതിയെ മാറ്റണമെന്ന് ദൈവം തീരുമാനിച്ചാൽ, ഒരു ഭവനത്തിന്റെ സ്ഥിതിയെ മാറ്റണമെന്ന് തീരുമാനിച്ചാൽ, നിങ്ങളിലേക്ക് പൊക്കോണം, ഞാൻ എന്നിലേക്കാണ് പോകുന്നത്. ആര് ഒരു തീരുമാനത്തിൽ ദൈവം ഇന്ന് എടുത്തിട്ടുണ്ടോ അത് നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടാൻ തുടങ്ങും. ദൈവം നിന്റെ സ്ഥിതിയെ ഇന്ന് പകലിൽ ഒന്ന് മാറ്റാൻ തീരുമാനമെടുത്തോ. നിന്റെ തലമുറയുടെ സ്ഥിതിയെ ഒന്ന് മാറ്റാൻ പോവുക, നിന്റെ ബിസിനസിനെ ഒന്ന് മാറ്റാൻ പോവുക, നിന്റെ ശുശ്രൂഷയെ ഒന്ന് മാറ്റാൻ പോവുക. നീ ഏത് മേഖലയാണോ അതിനെ ദൈവം ഒന്ന് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം അറിഞ്ഞോ, അത് അവന്റെ പ്രവൃത്തിയായി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് പറയുന്നത്, അത് ശക്തീകരിക്കുന്നത് നിന്റെ പ്രവൃത്തിയാകുന്നു, ദൈവത്തിന്റെ പ്രവൃത്തിയാകുന്നു. ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? അടുത്ത മണ്ഡലം ദൈവം തുറക്കാൻ പോവുക, അടുത്ത വഴി ദൈവം തുറക്കാൻ പോവുക, ഭവനത്തിനകത്ത് അടുത്ത മണ്ഡലം ദൈവം തുറക്കാൻ പോവുക. ആത്മാവിനകത്തൊരു പ്രവചന ശബ്ദത്തിൽ ഞാൻ പറയാം, ഈ നാളുകൾ തുറവിയുടെ വാതിൽ തുറക്കാൻ പോവുക. ഈ നാളുകളിൽ അടച്ചു വെച്ചത് കാണാം, നിന്റെ ഭാവിയെ അടച്ചു വെച്ചത് കാണാം, പക്ഷേ അതിനെ ദൈവം തമ്മിൽ തുറക്കാൻ പോവുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഇന്ന് വിശ്വസിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയാം, അത് തലമുറയ്ക്കകത്ത് വരും, അത് ഭവനത്തിനകത്ത് വരും. എത്ര പേര് യേശുവിന്റെ നാമത്തിൽ ചില വാതിലുകളെ ദൈവം തമ്പുരാൻ തുറന്നു കൊടുക്കാൻ പോവുക. ദൈവം ചില വാതിലുകളെ തുറന്നു കൊടുക്കുകയും ചിലതിനെ പറിച്ച് മറ്റൊന്നിലേക്ക് മാറ്റുകയും ചെയ്യും. കൂടെ ഉള്ളവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ചില വാതിലുകൾ തുറന്ന് ദൈവം കൊടുക്കുകയും ചിലതിനെ ദൈവം പറിച്ചു മാറ്റുകയും ചെയ്യാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ റെഡിയാണെങ്കിൽ ആത്മാവിൽ ഒരു പ്രവചനം കൂടെ വിളിച്ചു പറയാം. ജോജി ബ്രദറെ, വരുന്ന മെയ് മാസം 24 രണ്ട് കാര്യം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വരും. ഒന്ന്, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു വാതിൽ തുറക്കുകയും അടുത്തത് നിങ്ങളെ പറിച്ച് മറ്റൊരു യഥാസ്ഥാനത്തിലേക്ക് ദൈവം തമ്പുരാൻ മാറ്റുകയും ചെയ്യുക. ഇന്ന് നിങ്ങളുടെ കിടക്കുന്ന പ്രോപ്പർട്ടികളിലല്ല, ഇന്ന് ആത്മാവിനകത്തറിയണം, നിങ്ങൾ ഇന്ന് താമസിക്കുന്ന 3 തലങ്ങളിൽ നിങ്ങൾക്ക് സ്ഥലമുണ്ടെന്ന് ആത്മാവ് പറയുന്നു. 3 തലങ്ങളിൽ കിടപ്പുണ്ട്. ഈ 3 തലങ്ങളിലല്ലാതെ ഒരു വിശാലതയിലേക്ക് ദൈവം നിങ്ങളെ മാറ്റാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ആത്മാവ് ഇങ്ങനെ പറയുന്നത്, ഒരു വാതിൽ തുറന്നൊരു അനുഗ്രഹം യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ആത്മാവിന്റെ തീയുടെ ജ്വാലയും ആത്മാവിന്റെ പ്രവൃത്തിയും ഈ ഹോളിനകത്തുണ്ട്. ഇന്ന് പകൽ ആത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയ അതിനെ ആർക്കും തടയാൻ പറ്റത്തില്ല. ആത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു, അതിനെ ആർക്കും തടയാൻ പറ്റത്തില്ല. നഷ്ടപ്പെട്ടു പോയത്, വാഗ്ദത്തത്തിനകത്ത് നഷ്ടപ്പെട്ടു പോയത്, വാഗ്ദത്തത്തെ കേറേണ്ടവനായിരുന്നു, നഷ്ടപ്പെട്ടു പോയത്. ഇന്ന് ഉലയുന്ന അവസ്ഥയ്ക്കകത്ത് നിൽക്കുന്നു, മരുഭൂമിയുടെ അവസ്ഥയ്ക്കകത്ത് നിൽക്കുന്നു. മെയ് മാസം 27 ദൈവം തമ്പുരാൻ മടക്കി തന്ന ഒരു അനുഗ്രഹം വരുമെന്ന് വത്സമ്മയാന്റെയോട് ആത്മാവ് ഒരു ദൂത് പറയുക. യേശുവിന്റെ നാമത്തിൽ ചിലത് ദൈവം ചെയ്യാൻ പോകുക. അതിന് എതിരായി നിൽക്കുന്ന ചില ചരടുകളെ ദൈവം കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിനകത്ത് ദൈവത്തിന്റെ ശക്തിയെ അവൻ വെളിപ്പെടുത്തും. ഇന്ന് പകലി ആത്മാവ് ഞാൻ പറയും, അവൻ വലുതാക്കുന്ന ദൈവമാണ്, അവൻ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്, അവൻ ഉയർത്തുന്ന ദൈവമാണ്, അവന്റെ രാജ്യത്വമുണ്ട്.
അവൻ ശക്തീകരിക്കുന്നവനാണ്. അവന്റെ പ്രവൃത്തി മുഖാന്തരം ഇന്ന് പകൽ ഏറ്റെടുത്തു. അവന്റെ ശക്തി മുഖാന്തരം ചില പ്രവൃത്തികൾ വെളിപ്പെടാൻ പോവുകയാണ്. അതിന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയാ. ആത്മാവ് ചില മണ്ഡലങ്ങളെ തുറക്കാൻ പോവുകയാണ്. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. നിങ്ങളൊരു സാധാരണക്കാരനാകാം, സാധാരണ മനുഷ്യനാകാം, പക്ഷെ ദൈവം ചില പ്രവൃത്തികൾ ചെയ്യാൻ പോവുക. എന്റെ കൂടെയുള്ളവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ചിന്തിക്കാത്ത സമയത്ത് ദൈവം ചില വാതിലുകൾ തുറക്കാൻ പോവുക. ഈ പകൽ ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തോളാം. ആരാധന അകത്ത് വരുന്നവർ സ്തോത്രം ചെയ്തോളാം. ഈ പകലിനൊരു പ്രത്യേകതയുണ്ട്. ഈ പകലിനൊരു പ്രത്യേകതയുണ്ട്. ഈ പകലിനൊരു പ്രത്യേകതയുണ്ട്. അത് ദൈവം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാ. അത് ദൈവം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാ. ആമേൻ, ഹല്ലേലൂയ. റസദോനി ഖദൽഖാന വൈഡവ. ആമേൻ. ചില തീരുമാനങ്ങളെ ദൈവം തമ്പുരാൻ മുന്നിൽ എടുത്തെങ്കിൽ, ചില ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ 2025 ആരംഭത്തിൽ തന്നെ ദൈവം ചെയ്യുവാൻ ചില കൃപകൾ ദൈവം തരാൻ പോവുകയാ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഈ പകലിലും ഹല്ലേലൂയ. റബസദൽ റൻസദിനി ഖതുരി ഖദൽഖാന വൈഡവ റസദാന വൈഡവ. യേശുവിന്റെ നാമത്തിൽ എത്ര പേർ വിശ്വാസത്തോടെ ഈ പകൽ ഏറ്റെടുക്കുന്നുണ്ട്? നിന്നെ ചിലത്തിലേക്ക് ദൈവം നടത്താൻ പോകുക. ദൈവം നിന്നെ നടത്താൻ പോകുക. നീ ചിന്തിക്കാത്ത ചില വാതിലുകൾ തലമുറയ്ക്കകത്ത് വരും. നീ ചിന്തിക്കാത്ത ചില വാതിലുകൾ ദൈവം തലമുറയ്ക്കകത്ത് ചെയ്യുക. എത്ര പേർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ചിന്തിക്കാത്ത വാതിലുകളെ ദൈവം തുറന്ന് മാറ്റാൻ പോകുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം. 1 ശമൂവേലിന്റെ പുസ്തകം 9-ാം അധ്യായം 1-ാമത്തെ വാക്യം. ബെന്യാമിൻ ഗോത്രത്തിൽ കീശ് എന്ന പേരുള്ള ധനികനുണ്ടായിരുന്നു. മകനായിരുന്നു. 2-ാമത്തെ വാക്യം. അവന് ശൗൽ എന്ന് പേരോടെ യൗവനവും കോമളത്വമുള്ള ഒരു മകൻ ഉണ്ടായിരുന്നു. ഇസ്രായേൽ മക്കളിൽ അവനേക്കാൾ കോമളനായ പുരുഷൻ ഇല്ലായിരുന്നു. അവൻ എല്ലാവരേക്കാൾ തോൾ മുതൽ പൊക്കമേറിയവൻ ആയിരുന്നു. ഒരുവനെ കുറിച്ച് പറയുന്നു. ഇവനെ പറ്റി പറയുന്നുണ്ട്. കീശിന്റെ മകനെ കുറിച്ച് പറയാ. കീശിനെ പറയുമ്പോൾ പ്രത്യേകത നിങ്ങൾ നോക്കിയേ. അവിടെ അവനൊരു ധനികനായിരുന്നു. ഓക്കെ, അവൻ്റെ അപ്പൻ ധനികനായിരുന്നു, അവൻ സമ്മതിച്ചു. അടുത്ത അവനൊരു മകനുണ്ടായിരുന്നു, ശൗൽ എന്നായിരുന്നു. അവൻ കോമളത്വമുള്ളവനായി സൗന്ദര്യമുള്ളവനായിരുന്നു. അതിൻ്റെ ആമയും അറിവനായിരുന്നു. 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ശൗലിന്റെ അപ്പനായ കാണാതെ പോയിരുന്നു. അവിടം വരെ നിൽക്കട്ടെ. ഇവിടെ നോക്കണം. ഇപ്പൊ നിങ്ങളുടെ അകത്തോട്ട് നോക്കണം. കീശിന്റെ മകനായ ശൗല് അപ്പൻ ധനികനായൊരു അപ്പൻ്റെ മകനാ. നിങ്ങൾ അകത്ത് പെട്ടെന്ന് കടന്നു പോക്കണേ. ധനികനായിരുന്നുകൊണ്ട് അവന് കഴുതയുള്ളത്, ഇഷ്ടംപോലെ കഴുതകളുണ്ട്. അപ്പൻ്റെ ചില കഴുതകൾ അങ്ങ് കാണാൻ പോയി. അപ്പോൾ അപ്പൻ ആരോട് പറഞ്ഞു? മകനോട് പറഞ്ഞു, ശൗലിനോട് പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യണം, നീ ഒരു വൃത്യനെ കൂട്ടിക്കൊണ്ട് ഈ കഴുതയൊന്ന് അന്വേഷിച്ച് പോകാൻ പറഞ്ഞു. അതിൻ്റെ നമുക്ക് സമയത്തിന് കുറവുണ്ട്. അതിൻ്റെ 16-ലേക്കൊന്ന് വന്നേ. അത് തന്നെ ആ അധ്യായത്തിൻ്റെ തന്നെ 9-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. ഇവിടുന്ന് നിങ്ങൾ നോക്കിക്കോണേ. ഞാൻ ആദ്യമേ പറഞ്ഞു, യഹോവയായ ദൈവം ഒരുത്തനെ ഉയർത്തണമെന്ന് പ്ലാൻ ചെയ്താൽ, ഒരു പദ്ധതി ഇട്ടാൽ അതിനെ തകർക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. ഒരു മന്ത്രവാദിക്കും പറ്റത്തില്ല, ഒരു ആഭിചാരക്കാരനും പറ്റത്തില്ല, ലോകത്തിലുള്ള ഒരുവനും പറ്റത്തില്ല. ഇന്ന് നിന്റെ ബൗണ്ടറിയെ തമ്പുരാൻ മാറ്റാൻ പ്ലാൻ ചെയ്യുമ്പോൾ അതിനെ തടയാൻ നിൽക്കുന്ന ഒരു ശക്തിയും നിൽക്കത്തില്ല. നിന്റെ മേൽ ദൈവം ഒരു പദ്ധതിയുമായിട്ടാണ് ഇന്ന് നിൽക്കുന്നെങ്കിൽ, നിന്നെ ദൈവം വർദ്ധിപ്പിക്കാനാണ് വിളിച്ചിരിക്കുന്നെങ്കിൽ, നിന്നോടൊരു വാഗ്ദത്തം പറയാനാ ദൈവം വിളിച്ചിരിക്കുന്നെങ്കിൽ, ഇന്ന് പകലിൽ എഴുതി വെച്ചോ, ദൈവം ചില പദ്ധതികളെ ചെയ്യാൻ പോകുക. ദൈവത്തിന്റെ കരം സകലത്തിന്റെ പുറകെ ചലിക്കപ്പെടുവാൻ തുടങ്ങും. ഇവിടെ പറയുന്നു, കീശിന്റെ മകനായ ശൗൽ അപ്പന്റെ കഴുതകളെ കാണാൻ പോയി.
അപ്പൻ പറഞ്ഞു, നീ ഒരു ഭൃത്യനെ വിളിച്ചുകൊണ്ട് നീ അതിനെ അന്വേഷിച്ചു പോകാൻ പറഞ്ഞു. അതേ സമയം തന്നെ ദൈവത്തിന്റെ പ്രവാചകനായ ശൗമേലിനെ ദൈവം തമ്പുരാൻ വിളിച്ചിട്ട് പറയുക, അവനോട് പറയുന്ന വാക്ക് പറയുക, നാളെ ഈ നേരത്ത് ആത്മാവുള്ളവർ ഏറ്റെടുത്തോണേ, നാളെ ഈ നേരത്ത് ബെന്യാമീൻ ദേശക്കാരനായ ഒരാളെ ഞാൻ നിന്റെ അടുക്കൽ അയക്കും. എന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് അവനെ അഭിഷേകം ചെയ്യണം. നീ അന്വേഷിച്ചു പോയ ഒരു കഴുതയാണെങ്കിൽ സ്വർഗം നിന്റെ കഴുതയെ അന്വേഷിക്കാനല്ല വിളിച്ചത്, ഒരു രാജ്യത്തിന്റെ അഭിഷേകം നിന്റെ മേൽ തരാനാ. ഇന്ന് പകൽ ആത്മാവുള്ളവർ വിശ്വസിക്കട്ടെ, പരിശുദ്ധാത്മാവുള്ളവർ വിശ്വസിക്കട്ടെ. നിന്റെ ബൗണ്ടറിയെ മാറ്റുക ഒരുവൻ ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ നിന്റെ സ്ഥിതിയെ മാറ്റുക ഒരുവൻ ഉണ്ടെങ്കിൽ, ഇന്ന് പകൽ ഏറ്റെടുത്തു. അത് സ്വർഗത്തിലെ ദൈവ പ്രവാചകൻ എഴുന്നേറ്റ് കഴിഞ്ഞു. പ്രവാചകനോട് ദൈവം ഇടപെടാൻ തുടങ്ങി. നിന്റെ ജനമായ ഇസ്രായേലിനെ ഭരിക്കേണ്ടതിന് നീ അവനെ അഭിഷേകം ചെയ്യണം. ഇന്ന് പകൽ ആത്മാവിനകത്തറിയണോ, അവൻ എന്റെ ജനത്തെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. എന്റെ ജനത്തിന്റെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുന്നു കൊണ്ട് ഞാൻ കടാക്ഷിച്ചിരിക്കുന്നു എന്നരുളി ചെയ്യുന്നു. നിനക്കിന്ന് മനസ്സിലായില്ലെങ്കിലും, നീ നാലയത്തിൽ വന്നപ്പോ പിടികിട്ടിയില്ലെങ്കിലും, ഇന്ന് പകൽക്കാലം ആത്മാവിനകത്ത് പറയാ, ഒരു പുതിയ അഭിഷേകത്തിന്റെ ശക്തി നിന്റെ ഭവനത്തിന്റെ മേൽ, തലമുറയുടെ മേൽ വീഴുന്നുണ്ട്. ഇന്ന് നിന്റെ മേൽ ഒരു അഭിഷേകത്തിന്റെ ശക്തി വീഴുകയാണ്. ഇന്ന് പകൽക്കാലം ആത്മാവിനകത്ത് പറയാ, ചിലരുടെ ബൗണ്ടറികളെ ദൈവം മാറ്റാൻ പോവുക, ചില അതിരുകളെ ദൈവം മാറ്റാൻ പോവുക, ചില ദേശത്തിനകത്ത് ദൈവം ചില പ്രവർത്തികൾ ആത്മാവുള്ളവർ മാത്രം അതിനെ വിശ്വാസത്തോടെ ഏറ്റെടുത്തോണം. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ പറയുമ്പോ ശൗലിനെ കണ്ടപ്പോൾ നോക്കിയേ, ഇവൻ പോയത് എന്തിനു വേണ്ടിയാണെന്നറിയാവോ? ഇവൻ പോയത് കഴുതയെ തപ്പി അങ്ങ് മടുത്തു. കഴുതയെ തപ്പിയിട്ട് കിട്ടിയില്ല. ഭൃത്യം പറഞ്ഞു, ഇവിടെ ഒരു പ്രവാചകനുണ്ട്, പ്രവാചകന്റെ അടുത്തൊന്ന് പോയി ചോദിക്കാം അപ്പന്റെ കഴുതയൊന്ന് കാണാൻ. ലക്ഷ്യം അവൻ കഴുതയെ കാണാനാണ്. സ്വർഗത്തിന്റെ ലക്ഷ്യം നിന്നെ വർദ്ധിപ്പിക്കാനാ. ഇന്ന് ഈ പകൽ ഹോളിനകത്ത് ഇരിക്കുന്നവരോട് ഞാൻ ആത്മാവിനകത്ത് പറയാം, നീ പോയത് ചില കഴുതകളെ കാണാനാണെങ്കിൽ, കഴുതയ്ക്കുള്ള മറുപടി കിട്ടാൻ വേണ്ടിയാണെങ്കിൽ, നീ ആത്മാവിനകത്ത് ചോദിക്കാൻ പോയത് നിന്റെ തലമുറയുടെ വിഷയം ചോദിക്കാനായിരിക്കും പോയത്. പ്രവാചകന്റെ അടുത്ത് പോയത് നിന്നെ നഷ്ടപ്പെട്ടതിനെ ചോദിക്കാനായിരിക്കാം. പക്ഷെ സ്വർഗം പറയുന്നു, നിന്നെ ഞാനൊരു അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ഓ റബസൽ കോടിനെ അന്തര വൈഡവ. 17-ാമത്തെ വാക്യം പറയുന്നു, ശൗലിനെ കണ്ടപ്പോൾ യഹോവ അവനോട്, ഞാൻ നിന്നോട് അരുളിച്ചത് ആളിതാ. ശൗൽ കയറി ചെല്ലുമ്പോ ശൗമേലിനോട് സ്വർഗത്തിലെ ദൈവം പറയുക, ഞാൻ നിന്നോട് പറഞ്ഞു ഒരുവനില്ലേ, തേണ്ടിവൻ വന്നു നിൽക്കുന്നു, ഇവനെ അത്ര അഭിഷേകം ചെയ്യേണ്ടത്. ഇന്ന് പകൽ ആത്മാവിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് ആത്മാവിനകത്ത് ഞാനൊരു ദൂത് പറയാം. ഈ നാളുകൾ 2023, 2022, 2024 നീ പ്രാർത്ഥിച്ച വിഷയങ്ങൾ ഈ മെയ് മാസത്തിനുള്ളിൽ അതിനെ ദൈവം തമ്പുരാൻ അവസാനിപ്പിച്ചിട്ട് ഒരു വർദ്ധനവിലേക്ക്, ഒരു പെരുപ്പത്തിലേക്ക് ദൈവം നിന്നെ മാറ്റുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വാസത്തോടെ ഈ പകൽ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ആ സമയം പറയുന്നു, 18-ാമത്തെ വാക്യം പറയുന്നു, അന്നേരം ശൗൽ പടിവാതിക്കൽ ശൗമേലിന്റെ അടുക്കൽ എത്തി. ഇന്ന് പകലിൽ പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ശൗമേലെ നീ അറിഞ്ഞില്ലെങ്കിലും, ഇന്ന് സഭാ ഹാളിൽ ഇരിക്കുന്ന നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും, സ്വർഗം വിളിച്ചു പറയുന്നു, ഒരു വർദ്ധനവിന്റെ സമയമായി നിൽക്കുക, ഒരു വർദ്ധനവിന്റെ സമയമായി നിൽക്കുക, ഒരു വർദ്ധനവിന്റെ സമയമായി നിൽക്കുക. ഞാൻ പ്രവർത്തിക്കും, അതിനെ ആര് തടയും? ഹല്ലേലൂയ. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഒരു വർദ്ധനവിന്റെ സമയം വന്ന് നിൽക്കുക. അന്നേരം ശൗൽ പടിവാതിക്കൽ ശൗമേലിന്റെ അടുക്കലെത്തി. ദർശകന്റെ വീട് എവിടെയെന്ന് പറഞ്ഞു തരണം. അവൻ ചോദിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ഇന്ന് പകലൊന്ന് ചിന്തിച്ചോണേ. അവൻ ചെന്നത് പ്രവാചകന്റെ അടുത്ത് എന്നതിനാണെന്നറിയോ? അപ്പന്റെ കഴുത എവിടെയാണെന്നറിയാ. സ്വർഗം ഇവിടെ റെഡിയായി നിൽക്കുക. ഒരു രാജ്യത്തിന്റെ അഭിഷേകം നിന്റെ മേൽ തരുക. ഇന്ന് പകൽക്കാലം വിളിച്ചു പറഞ്ഞു, ഒരു അഭിഷേകം നിന്റെ മേൽ കൈമാറുവാനാണ്, ഒരു അഭിഷേകം നിന്റെ മേൽ പകരപ്പെടാനാണ് സ്വർഗം പദ്ധതിയിട്ടെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു വരണം. നിന്റെ കൈകളിൽ അത്ഭുതം നടക്കാൻ പോവുക. നിന്റെ കൈ
വഴികളിൽ അത്ഭുതം നടക്കാൻ പോവുക. നിന്റെ ഭവനത്തിനകത്ത് അത്ഭുതം നടക്കാൻ പോവുക. നിന്റെ അവസ്ഥകൾ ദൈവം മാറ്റാൻ പോവുക. നിന്റെ തലമുറയ്ക്കകത്ത് അത് ചെയ്യാൻ പോവുക. ദൈവം ചില പദ്ധതികളുമായി ഇറങ്ങുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിനകത്ത് ഞാൻ പറയാം, നിന്റെ തലമുറയ്ക്കകത്ത് ഇരട്ട തലമുറ തരുമെന്ന് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, പറഞ്ഞവൻ അതാണെങ്കിൽ നിന്റെ ഭവനത്തിനകത്ത് അത് വരിക തന്നെ ചെയ്യും. അതിനെ തടഞ്ഞു വെക്കാൻ ഒരു ശക്തിക്കും പറ്റത്തില്ല. ആത്മാവിൽ വിളിച്ചു പറയുന്നു, അത് നിന്റെ ഭവനത്തിനകത്ത് സംഭവിക്കാൻ പോവുക. ആമീൻ. നിനക്ക് ബാങ്ക് സംബന്ധമായി ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ തന്നെ വിളിച്ചു പറയുന്നു. ആമീൻ. ലോകത്തിനകത്ത് 4 ബാങ്കുകൾ ഉണ്ടെങ്കിൽ ഒരു ബാങ്കിന് തലമുറ ഇരുത്താവുന്ന ദൈവം പറഞ്ഞെങ്കിൽ, അത് ഈ മെയ് മാസം 24 കഴിയുമ്പോൾ അതിന്മേൽ ദൈവശക്തി ഇറങ്ങാൻ തുടങ്ങും. യേശുവിന്റെ നാമത്തിൽ തലമുറയ്ക്കകത്ത് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഈ മെയ് 24 മുതൽ റിലീസ് ചെയ്യാൻ പോവുക. 2025 പഴയതിനെ ഓർക്കേണ്ട വരത്തില്ല. ഒരു പുതിയ അഭിഷേകത്തിനകത്ത് പുതുവാതിലുകളെ തുറന്ന് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന ആത്മാവിനോട് വിളിച്ചു പറയാൻ പറയുന്നു. അത് ഇല്ലാമി സംഭവിക്കാൻ പോകുന്നതിനാ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. എത്ര പേര് വിശ്വാസത്തോടെ ഈ പകൽ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആമേ. ശൗൽ പോയത് അപ്പന്റെ കഴുതയെ അന്വേഷിച്ച് പ്രവാചകന്റെ അടുത്ത് പോയത്. പ്രവാചകൻ നിൽക്കുന്നത് ഒരു രാജ്യത്തിന്റെ അഭിഷേകവുമായിട്ട്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയാ, നീ ഒരു സൗഖ്യത്തിന് വേണ്ടിയായിരിക്കാം ഈ ഹോളിനകത്തിരിക്കുന്നത്. നിന്റെ തലമുറയുടെ ചെറിയ വിടുതലിനെ ഓർത്തായിരിക്കും രാവിലെ പ്രാർത്ഥിച്ചിറങ്ങിയത്. ആമേ. ചില വിടുതലുകൾ സംഭവിച്ചേ മതിയാവുന്നതാണ്. പക്ഷെ നീ അറിയാത്തൊരു കാര്യം ഞാൻ പറയാം, അടുത്ത തലത്തിലേക്ക് സ്വർഗം നിന്നെ മാറ്റുവാൻ പോകുകയാണെന്ന് ആത്മാവ് ഒരു പ്രവചനം പറയുക. അടുത്ത തലത്തിലേക്ക് ദൈവം നിന്റെ ജീവിതത്തെ മാറ്റി എഴുതാൻ പോവുക. ദൈവം ചില പുതിയ പദ്ധതികളുമായി ആത്മാവ് ചെയ്യുന്നതിനായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. ഇവിടെ പറയുന്ന വാക്കിനകത്ത് പറയുന്നു, അന്നേരം ശൗൽ പടിവാതിക്കൽ ശമൂവേലിന്റെ അടുക്കലെത്തി. പ്രവാചകനോട് ദൈവം എല്ലാം പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ശമൂവേലിന്റെ അടുക്കലെത്തി. ആമീ പറയുന്നു, ദർശകന്റെ വീട് എവിടെയെന്ന് പറഞ്ഞു തരണം എന്ന് ശൗലിനോട് ചോദിക്കുക. ഇവിടെ പറയും, ശൗലിനോട് ദർശകൻ ഞാൻ തന്നെ. ആമേൻ. നിന്നെ അഭിഷേകം ചെയ്യാനുള്ളത് ഞാൻ തന്നെയാ കുഞ്ഞ്. നിന്നെ ഞാൻ കാത്തിരിക്കുകയാ. ഇന്ന് പകൽ എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകലിൽ ആമീൻ ദൈവം ചില ഭവനങ്ങൾക്കകത്ത് ആത്മാവിനോട് ഇങ്ങനെ തന്നെ പറയുന്നു, ചില ഭവനങ്ങൾക്കകത്ത് ദൈവത്തിന്റെ ചില പ്രവർത്തികൾ ഈ പകലിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അപ്പോൾ ആമീൻ അതിന്റെ 10-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആമീൻ. 1 ശമൂവേലിന്റെ 10-ാം അധ്യായം നിങ്ങൾ പെട്ടെന്ന് എഴുതി പോക്കണം. 10-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പോൾ ശമൂവേൽ വായിച്ചു. കൊച്ച, നീ വന്നത് എന്തിനു വേണ്ടിയാ? നീ ഇന്ന് പകല് വന്ന എന്തിനു വേണ്ടിയാ? ഓ, ഇന്നകത്ത് നിങ്ങളുടെ അകത്ത് കറങ്ങുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് നീ വന്നതൊരു രോഗസൗഖ്യം ചോദിക്കാനാ. നീ ഇന്ന് വന്നതൊരു കടഭാരം ചോദിക്കാനാ. ഇന്ന് നീ വന്നത് ചില ഇങ്ങനെ കാര്യങ്ങൾ ചോദിക്കാനാ. പക്ഷെ ദൈവം നിന്നോട് പറയുന്നു, വാക്കിനകത്ത് നീ അകത്തോട് കടന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പ്രവാചകനെ ദൈവം തമ്പുരാൻ നിർത്തിയത് എന്നാ പറയുവാനെന്നറിയാമോ? ഇന്ന് ആമേ നിന്റെ മേൽ യഹോവ അവന്റെ അവകാശത്തിന്റെ പ്രഭുവായി അവൻ അഭിഷേകം ചെയ്യുവാനാണ്. പിടിച്ചെടുക്കേണ്ടവർ പിടിച്ചെട ഈ പകല്. പിടിച്ചെടുക്കേണ്ടവർ പിടിച്ചെടുക്കേണ്ടത്. നീ ചെന്നതിനല്ല ഇന്ന് ദൈവം ചെയ്യാൻ പോകുന്നത്. നീ ചെന്നതിനല്ല ചെയ്യാൻ പോയത്. പക്ഷെ നീ ഇന്ന് പകല് അറിഞ്ഞോ? അതിന്റെ വാക്കിന്റെ പൂരിപ്പിക്കുക. ദൈവം നിന്നെ അഭിഷേകം ചെയ്യുമ്പോ നീ എന്ത് വിഷയത്തിന്റെ മുകളിൽ ഇവിടെ വന്നോ അത് നിന്റെ വീട്ടിനകത്ത് നടന്നു കഴിഞ്ഞിരിക്കാം. യേശുവിന്റെ നാമത്തിൽ നീ എന്ത് വിഷയം പ്രാർത്ഥിക്കാൻ വന്നോ ആ വിഷയം ഇന്ന് നിന്റെ ഭവനത്തിനകത്ത് അത് സൗഖ്യമാകാം, അത് പുതുവഴിയാകാം. എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അത് ദൈവം ചെയ്ത് കഴിയുന്നതിനാ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം അവിടെ നടന്നെങ്കിൽ, പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം ഈ സഭയ്ക്കകത്ത് നടക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാത്ത അത്ഭുതം അവിടെ നടന്നെങ്കിൽ, പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം ഈ പകലിൽ ഈ സഭയ്ക്കുള്ളത് നടക്കുകയോ. ശമൂവേലിന്റെ മേൽ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവന്റെ തലയിൽ ഒഴിച്ച് അവനെ ചുംബിച്ചു പറഞ്ഞു, യഹോവ തന്റെ അവകാശത്തിൽ
സമാധാനത്തിന്റെ പ്രഭുവായി നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇന്ന് പകൽ ആത്മാവിനകത്തറിഞ്ഞു വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് ആത്മാവിനകത്തൊരു ദൂതോടെ ഞാൻ പറയാ, നീ എന്ത് വിഷയവുമായിട്ടാണോ ഈ ഹോളിനകത്ത് കയറിയത്, നീ മടങ്ങി വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ആ വിഷയത്തിന്റെ മുകളിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ അത്ഭുതകരം ചലിക്കപ്പെടുവാൻ തുടങ്ങി. യേശുവിന്റെ നാമത്തിൽ പ്രതികൂലത്തെ കാണണ്ട, അത്ഭുതങ്ങൾ ദൈവം ചെയ്യാൻ പോകുക യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എത്ര പേര് വിശ്വാസത്തോടെ ഈ പകൽ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർ കഴിഞ്ഞ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ചില മണ്ഡലങ്ങളൊക്കെ കിടപ്പുണ്ടെങ്കിൽ ആ മണ്ഡലത്തിനപ്പുറം സ്വർഗം നിനക്ക് വേണ്ടി പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. എത്ര പേര് ആമയും പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഉൽപ്പത്തി പുസ്തകം 37 അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ വരുമ്പോ യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട്, ആമേൻ, കിട്ടിയെങ്കിൽ വായിച്ചോ. സഹോദരന്മാർ അവനെ പകച്ചു. അവരോട് സമാധാനമായി സംസാരിപ്പാൻ അവർ കഴിഞ്ഞില്ല. ഇവിടെ നിങ്ങൾ നോക്കിക്കോണേ, സകലരാൽ നിന്ദിക്കപ്പെട്ടു പോകുമ്പോഴും സകലരാൽ പഴിക്കപ്പെട്ടു പോകുമ്പോഴും നിന്നെ പലരും ഒഴിവാക്കി നിർത്തുമ്പോഴും ദൈവം ചില പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. ഓ, ഇന്ന് ആത്മാവിനക സഹോദരന്മാർ നിന്നെ പകയ്ക്കാൻ സാധ്യതയുണ്ട്. നിന്റെ കൂടെ നടക്കുന്ന സഹോദരന്മാർ നിന്നെ പകയ്ക്കാൻ സാധ്യതയുണ്ട്. നിന്നെ കുറിച്ച് മോശമായിട്ട് ദേശത്ത് പറഞ്ഞെന്ന് വരാ, പക്ഷെ അവിടെ എല്ലാം നിന്നോട് ഒന്നേ പറയുന്നുള്ളൂ, യഹോവ നിന്നെ വർദ്ധിപ്പിക്കുവാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം സഹോദരന്മാർ ചിലപ്പോൾ നിന്നെ പൊട്ടക്കിണത്തി കളയാം, സഹോദരന്മാർ ചിലപ്പോൾ നിന്നെ അടിമപ്പാളയത്തിൽ വിൽക്കാം, പൊത്തിപ്പേറിന്റെ ഭവനം നിനക്കെതിരാകാം, കാരാഗ്രഹം നിനക്കെതിരാകാം, പക്ഷെ സ്വർഗം നിനക്ക് അനുകൂലമായി വരികയാ. ഇന്ന് പകലി ആത്മാവിനകത്ത് ഞാനൊരു ദൂതായി കൈമാറിക്കൊണ്ടിരിക്കുന്നത്, ചില മണ്ഡലങ്ങൾ നിനക്ക് പ്രതികൂലമായി ഇന്ന് നിൽക്കുന്നെങ്കിലും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ അറിയണം. രാജ്യത്വം അവന്റെ കയ്യിലാണ് നിൽക്കുന്നെങ്കിൽ, അഭിഷേകം അവന്റെ മേലെ കൈ നിൽക്കുന്നെങ്കിൽ, ഇന്ന് പകൽ യോസേഫേ നിന്റെ മേലെ ഒരു അഭിഷേകത്തെ പകരുക സ്വർഗത്തിലെ ദൈവം ഇറങ്ങിയെങ്കിൽ ഇന്ന് സഭാ ഹോളിനകത്ത് വിളിച്ചു പറയാ, നിനക്ക് വേണ്ടി ചില അഭിഷേകത്തെ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് വേറെ പദ്ധതികളുണ്ട്. 2020 കഴിഞ്ഞ കഷ്ടത, 2021 കടന്നുപോയ കഷ്ടത, 2022 കഴിഞ്ഞുപോയ കഷ്ടത, 23 കഴിഞ്ഞുപോയ കഷ്ടത, 24 നീ ഏറ്റ നിന്ന 25 നിനക്ക് വരത്തില്ല. നിനക്കൊരു അടയാളം ദൈവം ചെയ്യാൻ പോകുക. ഓ, വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ ഈ പകലിൽ സ്തോത്രം ചെയ്യും. നീ അനുഭവിച്ചത് 4 വർഷത്തെ നിന്നയാണെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, 2025 നിന്നെ അടയാളത്തിന്റെയും പെരുപ്പത്തിന്റെയും വർഷമാ. അത് ദൈവം ചെയ്യാൻ പോകുന്നതിനാ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ചില നിന്നയിക്കൂടെ പരിഹാസത്തിൽ കൂടെ ഒക്കെ ദൈവം തമ്പുരാൻ നടത്തിയെങ്കിലും അതിനപ്പുറം സ്വർഗത്തിലെ ദൈവം ചില പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. അഭിഷേകത്തിന് ശക്തിയുണ്ട്, അഭിഷേകത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇന്ന് പകൽ ആത്മാവിനകത്ത് തിരിച്ചറിയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അതുകൊണ്ടാണ് വാർദ്ധക്യത്തിൽ ഒരുവനെ വിളിച്ചു, അവന്റെ പേര് അബ്രഹാം എന്ന. സാറയെ വിളിച്ചു, ദൈവം തമ്പുരാൻ വിളിച്ചിറക്കുമ്പോ ദേശക്കാര് പറഞ്ഞു, ഇത് മച്ചിയുടെ ഭർത്താവാണ്. ദേശം മുഴുവൻ നോക്കി നിൽക്കുമ്പോ ദേശക്കാര് കളിയാക്കിക്കൊണ്ട് നിൽക്കുമ്പോ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശബ്ദം കേട്ടിറങ്ങി തിരിച്ചവനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നീ ബഹുജാതികൾക്ക് പിതാവാകും. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ അറിയണം. അതിനെ കുറിച്ച് പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികളിൽ നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കുക. ഇന്ന് പകൽക്കാലം പറയണം, ദൈവം വാഗ്ദത്തം ചെയ്യുമ്പോ അബ്രഹാമിന് തലമുറകളില്ല കേട്ടോ. അബ്രഹാമിന് നിൽക്കുന്ന വാർദ്ധക്യത്തിലിരിക്കുന്ന അബ്രഹാമും വാർദ്ധക്യത്തിലേക്ക് സാറായും കൂടെ നിൽക്കുമ്പോ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ പറയുന്ന വാക്ക്, ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കും. ഇന്ന് ആത്മാവിനകത്ത് പറയുന്നവർ വിളിച്ചു പറഞ്ഞോണം, അധികമായി ഒരു വർധനവിലേക്ക് പോകാൻ പോകുക, അധികമായി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുക, അധികമായി ദൈവം ചില പ്രവൃത്തികൾ ചെയ്യാൻ പോകുക. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിച്ച് അനേക ജാതികൾക്ക് നിന്നിൽ നിന്ന് രാജാക്കന്മാരെ കൊണ്ടുവരാൻ പോകുക. എത്ര പേർ ആമേൻ പറയുന്നുണ്ട്? ഇന്ന് ആത്മാവിനകത്തൊരു
ദൂതോടെ ഞാൻ വിളിച്ചു പറയാ, ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ദൈവം ഒരു റൈറ്റ് ടൈമും വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യത്തിൽ വരുമ്പോ, അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. ഇന്ന് ദൈവം നിന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്ത് ഏറ്റെടുത്തോ. അത് നിന്റെ ഭവനത്തിൽ വെളിപ്പെടാൻ പോവുക, അത് നിന്റെ തലമുറയ്ക്കകത്ത് വെളിപ്പെടാൻ പോവുക. ദൈവം ചില പദ്ധതികളുമായി ഇന്ന് പകൽക്കാലം ഇറങ്ങിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അത്ഭുതങ്ങളെ കാണുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിടുതലിനെ കാണുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഒരു അഭിഷേകത്തിന് ശക്തിയുണ്ട്. സെഹിയോമാളി മുറിയിൽ ഒരു അഭിഷേകം ഇറങ്ങി. അന്ന് വരെ അവനെ വിളിച്ചു വരുന്നത് യേശു പറഞ്ഞു, നിങ്ങളെ അപ്പോസ്തലന്മാരെന്ന് അറിയപ്പെടും. അപ്പോസ്തലന്മാരെന്ന് പേരറിയപ്പെട്ടിടും. കടലിന്റെ ഇളക്കം കണ്ടപ്പം ഭയപ്പെട്ടു പോയ പത്രോസ്, പ്രതികൂലം വന്നപ്പോൾ ഓടി ഒളിച്ച പത്രോസ്, ചെതറിപ്പോയ 11 ശിഷ്യന്മാര്. എന്നാൽ കാലം കുറച്ചു കഴിഞ്ഞപ്പോ, നാള് കുറച്ചു കഴിഞ്ഞപ്പോ ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞെങ്കിൽ ആ വാഗ്ദത്തം റിലീസ് ചെയ്യാൻ തുടങ്ങിയപ്പോ, ഹല്ലേലൂയ, അവർ സുന്ദരമെന്ന ഗോപുരത്തിന്റെ വാതിക്കൽ അവരൊരു അടയാളമായി മാറിയെങ്കിൽ ഇന്ന് ആത്മാവിനകത്ത് തിരിച്ചറിഞ്ഞോ, ദൈവം നിന്റെ മേൽ ചെയ്തിരിക്കുന്ന വർദ്ധനവ് അത് ആർക്കും തടയാൻ മേലാത്ത പോലെ. അപ്പോസ്തല പ്രവൃത്തി 8 വന്നപ്പോ കാണാം, ഫിലിപ്പിയൻ പട്ടണത്തിനകത്ത് ശുശ്രൂഷയ്ക്കായി ഫിലിപ്പിയസ് എഴുന്നേറ്റ് നിൽക്കുമ്പോ ഭൂതകസ്തർ വിടുവിക്കുന്ന അത്ഭുത കാഴ്ചകൾ വന്നെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്ത് അറിഞ്ഞോ, നിന്റെ മേൽ ദൈവം ഒരു പദ്ധതി ഇട്ടിട്ടുണ്ട്. അത് നിന്റെ തലമുറയുടെ മേൽ വ്യാപരിക്കുന്നത്. ദൈവം നിന്നെയും നിന്റെ മക്കളെയും അനുഗ്രഹിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. എത്ര പേർ വിശ്വാസത്തോടെ ഈ പകൽ ഏറ്റെടുക്കുന്നുണ്ട്? അത് ദൈവത്താൽ സംഭവിക്കാൻ പോവുക. ഇന്ന് പകൽ ആത്മാവിന്റെ നിറക്കണ്ണിനകത്ത് കാണുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസിക്കുന്നവരാണോ? അവന്റെ വാഗ്ദത്തങ്ങളെ ഉൾക്കൊള്ളുന്നവരാണോ? ഇന്ന് പകലെ ആത്മാവിന്റെ നിറവിനകത്ത് വെളിപ്പെടുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ 11-ാമത്തെ വാക്യം പറയുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം 11-ാമത്തെ വാക്യം. വിമുക്തന്മാർ ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് മടങ്ങി വരും. നിത്യാനന്ദം അവരുടെ തലയിലുണ്ടാകും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ഇന്ന് പകലിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുഃഖവും ഞരക്കവും നിങ്ങളെ വിട്ടുപോകും. എത്ര പേർ ആമീൻ പറയുന്നുണ്ട്? നിങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നിരുന്ന ഞെരുക്കവും ദുഃഖവും നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോ, നിങ്ങളുടെ കഷ്ടതയ്ക്കകത്തും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടിരുമ്പോ, യോസഫിന്റെ ദുഃഖവും ഞരക്കവും മാറിപ്പോയെങ്കിൽ, ഹല്ലേലൂയ, ദാവീദിന്റെ ഞരക്കവും ദുഃഖവും മാറിപ്പോയെങ്കിൽ, ശൗലിന്റെ സ്ഥിതി മാറിയെങ്കിൽ, ഇന്ന് പകൽക്കാലം ആത്മാവിനകത്ത് പറഞ്ഞു ആ സ്ഥിതിയെ ദൈവം തമ്പുരാൻ ഇന്ന് പകൽക്കാലം മാറ്റിക്കളയുന്ന പകലെന്ന്. അതുകൊണ്ട് പ്രാപിക്കും, ദുഃഖവും ഞരക്കവും നിങ്ങളെ വിട്ട് അത് ഓടിപ്പോകും. അല്ല, എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-ാമത്തെ വാക്യം. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ഇന്ന് പകലിലറിഞ്ഞോ? ഇതൊക്കെ ഇന്നുണ്ടോ നിങ്ങളുടെ അനുഭവത്തിനകത്ത്? ഇതിൽ കൂടെയൊക്കെയാണ് നിങ്ങളിന്ന് പൊക്കോണ്ടിരിക്കുന്നത്. ചില വിഷയത്തിൻ്റെ മുകളിൽ ക്ഷീണിച്ചിരിക്കുകയാണോ? ചില രോഗത്തിൻ്റെ മുന്നിക്ക് വന്നിട്ട് ബലമില്ലാതിരിക്കുകയാണോ? ആത്മാവ് ഒരു ദൂതിനകത്തൂടെ പൊക്കോണ്ടിരിക്കുക. ആത്മാവ് ഈ സഭയോട് അതുപോലെ ഇടപെട്ടുകൊണ്ടിരിക്കും. പറയുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ദൈവം ശക്തിയെ പകരപ്പെടാൻ പോവുകയാണ്. ബലമില്ലാതിരിക്കുന്നവരെ തമ്പുരാൻ ബലത്തോടെ എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ നിന്റെ ശരീരത്തെയും നിന്റെ മനസ്സിനെയും നിന്റെ ഭവനത്തെയും ദൈവം ഒന്ന് ബലപ്പെടുത്താൻ പോവുകയാണ്. ഞാൻ ഇന്ന് അതാ പറഞ്ഞത്, യഹോവ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. അത് പ്രവൃത്തി കൂടെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. അത് തന്റെ മക്കൾക്ക് വേണ്ടി നൽകുന്നവരാണ്. ഇന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ അത് ദൈവത്താൽ സംഭവിക്കാൻ പോകുമെന്ന്. യേശുവിന്റെ നാമത്തെ എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇതന്ന് സംഭവിക്കാൻ പോവുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക. അത് നിങ്ങളുടെ സംഭവിക്കാൻ പോകുന്ന എത്ര പേർ വിശ്വാസത്തിനകത്ത് വെച്ചിരിക്കുന്നു?
ഇരിക്കുന്നു. ഇന്നലെ വരെ ബലമില്ലാതിരിക്കുകയായിരിക്കാം, ഇന്നലെ വരെ ബലത്തോടെ അല്ലായിരിക്കുന്നത്, ഇന്നലെ വരെ ക്ഷീണത്തോടെ ആയിരിക്കുന്നത്. യെശയ്യാ പറഞ്ഞു, നിങ്ങളുടെ കഷ്ടതയോ നിങ്ങളുടെ ദുഃഖവും അവൻ നിങ്ങളെ വിട്ടോടിപ്പോയി കഴിഞ്ഞു. എന്നിട്ടും പറയുക, ഞങ്ങൾ ബലത്തോടെ അല്ല, അവൻ ശക്തിയോടെ അല്ല ഇരിക്കുന്നെങ്കിൽ അവൻ സങ്കീർത്തനം 1 പറയുക, 3-ാമത്തെ വാക്യത്തിൽ പറയുക, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നത് തക്കകാലത്ത് ബലം കായ്ക്കുന്നതുമായ ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആമേ. ഇന്ന് പകൽ ആത്മാവിനകത്ത് വിളിച്ചു പറ, ഞാൻ കൈവെക്കുന്നിടത്തൊരു അനുഗ്രഹം വരാൻ പോവുക, എന്റെ പ്രവൃത്തിയിൽ ഒരു അനുഗ്രഹം വരാൻ പോവുക, എന്റെ ഭവനത്തിനകത്തൊരു നന്മ വരാൻ പോവുക. എന്നെയും എന്റെ തലമുറയെ വർദ്ധിപ്പിക്കുന്ന ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കാൻ പോവുക. എല്ലാ ഇരുട്ടിന്റെ അധികാരങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിന്റെ ഒരു ജയം വെളിപ്പെടുക. എന്നെയും എന്റെ തലമുറയെ ഇന്ന് പകൽക്കാലം ഈ നാളുകൾ വരെ നിന്നത് അമ്മ പ്രതിസന്ധിക്കകത്തായിരിക്കാം, അമ്മ പ്രതികൂലത്തിനകത്തായിരിക്കാം, ബലമില്ലാത്ത അവസ്ഥയ്ക്കകത്തായിരിക്കാം, അമ്മ സങ്കടത്തിനകത്തായിരിക്കാം ഇരുന്നത്. പക്ഷെ ഇന്ന് ആത്മാവ് പറയുന്നു തക്കകാലത്ത് ബലം കായ്ക്കുന്നു ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും, അവ ചെയ്യുന്നതൊക്കെ സാധിക്കും. ഇന്ന് പകൽ ആത്മാവിനകത്ത് വിളിച്ചു പറയോ, ഞാൻ ചെയ്യുന്നതൊക്കെയും അനുഗ്രഹമാവും, എന്റെ കൈയുടെ പ്രവൃത്തി അനുഗ്രഹമാവും, ഞാൻ ചെയ്യുന്നതൊക്കെ അനുഗ്രഹമാവും. എത്ര പേർ ആത്മാവിനകത്ത് വിളിച്ചു പറയോ, ഞാൻ ചെയ്യുന്നതൊക്കെയും അനുഗ്രഹമാവും. പഴയ നിയമത്തിനകത്ത് മുഴുവൻ വാഗ്ദത്തങ്ങൾ തന്നിട്ട് ദൈവം പറഞ്ഞു, ആമീ, ഞാൻ പെരുപ്പത്തുകൊണ്ട് അനുഗ്രഹിക്കുന്ന ദൈവമാ, ഞാൻ വർദ്ധിപ്പിക്കുന്ന ദൈവമാ, ഞാൻ ഉയർത്തുന്ന ദൈവമാ, ഞാൻ മാനിക്കുന്ന ദൈവമാ, എന്നെ പിൻപറ്റുന്നവനെ തള്ളിക്കളയാത്തവനാ, എന്നെ വിശ്വസിച്ചിറങ്ങിയവന്റെ തലമുറയെ ഞാൻ മാനിക്കുന്നവനാ. ആമീ, ആത്മാവിനകത്ത് തിരിച്ചറിയുന്നു, വാഗ്ദത്തങ്ങൾ ദൈവം തമ്പുരാൻ ചെയ്തെങ്കിൽ ആ വാഗ്ദത്തങ്ങൾ ഒന്നൊന്നായി നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടുമെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുമെന്ന്, എന്റെ തലമുറയ്ക്കകത്ത് വെളിപ്പെടുമെന്ന്. എന്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് ബലമില്ലാതായിരിക്കാം ഞാൻ ഇരിക്കുന്നത്, രോഗത്തിന്റെ അവസ്ഥയായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ വചനം പറയുന്നു അതെന്നെ വിട്ട് ഓടിപ്പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വചനം പറയുക, ആറ്റരികത്ത് നട്ടിരിക്കുന്നത് തക്കകാലത്ത് ബലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ എന്നെ ദൈവം മാറ്റുമെന്നൊരു വാഗ്ദത്തം ചെയ്തെങ്കിൽ ഇന്ന് പകലി ആത്മാവിനകത്ത് പറയണം, അവേ, സകലത്തിന്റെ മേൽ അവന്റെ കരം ചലിക്കപ്പെടുമ്പോ ഞാൻ ബലത്തിലേക്ക് വരാൻ പോവുക. ഞാൻ മാത്രമല്ല, എന്റെ തലമുറ അനുഗ്രഹത്തിലേക്ക് വരാൻ പോവുക. അവൻ എന്റെ തലമുറയെ വർദ്ധിപ്പിക്കുന്ന ദൈവമാണ്. ഓ, വിശ്വസിക്കുന്നവർ വിശ്വസിക്കും. യേശുവിന്റെ നാമത്തെ എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. പുതിയ നിയമത്തിലും ഇതേ വാഗ്ദത്തങ്ങൾ ദൈവം തമ്പുരാൻ ചെയ്തിട്ടുണ്ട്, യേശു ചെയ്തു വെച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിനകത്ത് വന്നപ്പോഴും പുതിയ 2 പത്രോസിലേക്ക് വന്നു, പുതിയ നിയമത്തിലേക്ക് കടന്നു വരാം. 2 പത്രോസ് അതിന്റെ 3-ാം അധ്യായം, 2 പത്രോസ് 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. ചിലർ താമസം വായിച്ചു, ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിക്കുന്നു. കണ്ടോ, ദൈവം ഒരു ദീർഘക്ഷമ കാണിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വാഗ്ദത്തം ചെയ്ത ദൈവത്തെ കുറിച്ച് പറയുക. ഇവിടെ പറയുന്ന വാക്കിന്റെ തുടക്കം നിങ്ങൾ നോക്കണേ. ചിലര് പറയുന്നു ഒന്നും സംഭവിക്കത്തില്ല. എത്രയോ കാലമായിട്ട് പറയുക കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്നു, അത് ചുമ്മാതാന്ന് പറയുന്നു ഒരു പറ്റം ജനം. കുറച്ചാൾക്കാർ വിശ്വാസം എന്ന് കൊട്ടിപ്പാടിയൊക്കെ നോക്കിയിട്ട് ഫലമൊന്നുമില്ല. അവർ തിരിച്ചുപോയി, പഴയ സ്ഥലത്തോട്ട് പോയി, കലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കി അവർ പോയി, അവർ വിശ്വാസം വിട്ടുപോയി. ചിലർ എല്ലാ പരീക്ഷകളും പലരും ചെയ്തു നോക്കി, ഫലമൊന്നുമില്ല, അവർ പല വഴികൾ തിരിഞ്ഞു. ചിലർ വിശ്വാസത്തെ ത്യജിച്ചു പറഞ്ഞു, പലരും നഷ്ടപ്പെട്ടു പോയി, യൂദയെ പോലെ പോയവർ പലരുണ്ട്. ഇവിടെ ചിലർ ഈ വചനം പറയുക, പത്രോസ് അപ്പോസ്തലൻ പറയുക, ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ കർത്താവ് താമസിപ്പിക്കുന്നില്ല. പിടികിട്ടുന്നു നിങ്ങളുടെ അകത്ത്? കർത്താവ് താമസിപ്പിക്കുന്നില്ല. ഇത് താമസിപ്പിക്കുന്ന ആരാ? നമ്മൾ തന്നെ. നമ്മുടെ വിശ്വാസമില്ലായ്മ, നമ്മൾ 100,000 കാര്യങ്ങളിനകത്ത് പോകുന്നു.
കർത്താവുമായിട്ടുള്ള ബന്ധത്തെ, അതാ ഞാൻ പറഞ്ഞത്, ദിനവും യേശുവിൻ്റെ കൂടെയുള്ള വാസം, അത് ദൈവ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരും. ഇവിടെ പറയുന്നു, വിചാരിക്കുന്ന പോലെ കർത്താവ് വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ കർത്താവ് ആഗ്രഹിക്കുന്നു ഇവരൊന്ന് മാനസാന്തരപ്പെടണം. ഇന്നലെ വരെ ത്യജിച്ചവൻ തിരിഞ്ഞു വരണം. ഒരു മാനസാന്തരം വേണം. മാനസാന്തരപ്പെട്ട് ദൈവസന്നിധി വരണമെന്ന് ആരാഗ്രഹിക്കുന്നു? കർത്താവ് ആഗ്രഹിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്? നശിച്ചു പോകരുത്. ഇവിടെ പറയുന്നു മാനസാന്തരപ്പെടെ വെച്ചിച്ചു നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. പിടികിട്ടിയോ? സ്വർഗത്തിലെ ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾക്ക് അറിയാവോ? സ്വർഗത്തിലെ ദൈവം പദ്ധതി പ്രകാരം ക്ഷമിക്കത്തില്ല. കളഞ്ഞേക്കാനേ പറയത്തുള്ളൂ, വെട്ടിക്കളഞ്ഞേക്കാനേ പറയുള്ളൂ. ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ ദൈവം തമ്പുരാൻ വിളിച്ചിറക്കി. എന്തിനു വേണ്ടിയാ വിളിച്ചേ? കനാനിലേക്ക് കൊണ്ടുപോകാൻ, പാല് തേൻ ഒഴുകുന്നിടത്തേക്ക് കൊണ്ടുപോകാൻ. പകുതി വഴി ആയപ്പോഴത്തേന് ഇവർ തുടങ്ങി പരിപാടി. വിശ്വാസികളുടെ സ്വഭാവം തുടങ്ങി. എതിർക്കാൻ തുടങ്ങി. മോശയോട് എതിർക്കാൻ തുടങ്ങി. ദൈവത്തോട് മറുതലിപ്പുണ്ടാകാൻ പറഞ്ഞു. ദൈവം പറഞ്ഞു അവരെ ആ മണ്ണിൽ തന്നെ തമ്പുരാൻ ചവിട്ടി താത്തു കളഞ്ഞു. തകർത്തു കളയുന്ന ഒരു ദൈവം. എന്നാൽ യേശു ക്രിസ്തു എന്ന ഏക രക്ഷകൻ വന്നപ്പോഴാ. ഇന്ന് പകൽക്കാലം അറിയണം, തോട്ടത്തിന്റെ യജമാനൻ വന്നിട്ട് പറഞ്ഞു ഈ ഫലം കായ്ക്കാത്ത വൃക്ഷത്തെ വെട്ടി തീയിലിടാൻ. ഈ വൃക്ഷം ഈ തോട്ടത്തിന്റെ ഒരു അപമാനമാണ്, ഇതിനെ വെട്ടി തീയിലിട്ടേക്കാൻ പറഞ്ഞു. തോട്ടത്തിന്റെ സൂക്ഷിപ്പുകാരൻ പറഞ്ഞു ഞാൻ ഈ വർഷം ഇതിന് വളവിച്ചിടാം, വെള്ളം കോരാം, ഒരാണ്ടുകൂടെ ഇതിനെ ഫലം കായ്ക്കുമോ നോക്കാം. അവൻ കൃപയായി നിർത്തിയിരിക്കുന്നതേ ഉള്ളൂ, നെകളിച്ചു പോകല്ലേ. അവൻ നിന്നെ കൃപയാ നിർത്തിയിരിക്കുന്നതാ. സ്വർഗം പറഞ്ഞു വെട്ടി തീരിടാൻ പറഞ്ഞിട്ടും അവൻ കരുണയോടെ കാത്തു. ഇവിടെ പറയുന്ന വാക്ക് കണ്ടോ? മാനസാന്തരപ്പെടുവാൻ എല്ലാവരും മാനസാന്തരപ്പെട്ട് അവൻ ഇച്ഛിക്കുന്ന ദീർഘക്ഷമ ദൈവം നിങ്ങളോട് കാണിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. എത്ര പേരുടെ അകത്തു പോകുന്നുണ്ട് ഇത്? ആമേ. ദൈവം നിങ്ങളോടൊരു ദീർഘക്ഷമ, എന്നോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഇവിടെ പറയുന്നു ഞാൻ ദൈവം ആഗ്രഹിച്ച ഫലത്തിൽ ഞാൻ വരുന്നുണ്ടോ എന്ന് സ്വർഗത്തിലെ ദൈവം നോക്കുക. പഴയ നിയമത്തിൽ വെട്ടിക്കളയുന്ന ഒരു ദൈവമായിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ ആമേ നമ്മളെ പാപിയായിരുന്നപ്പോഴും നമ്മളെ മാറോട് ചേർത്ത ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം പറയുന്നു ആമേ അവന്റെ സംരക്ഷണയ്ക്കകത്ത് നിൽക്കുന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം അവൻ നിന്നെ വിളിച്ചത് അഭിഷേകത്തിന്റെ നിറവിനകത്തു അധിക ഫലം കായ്ക്കാനാ. ബൈബിൾ പറയുന്ന ഈ ഫലം കായ്ക്കുന്നുവെങ്കിൽ, അധിക ഫലം കായ്ക്കുന്നുവെങ്കിൽ എന്റെ പിതാവ് സന്തോഷിക്കുമെന്ന് ആമി വചനം പറയുന്നുവെങ്കിൽ ഇന്ന് എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ആമി അവൻ പറഞ്ഞു വാഗ്ദത്തങ്ങൾ താമസിക്കത്തില്ല, പക്ഷെ നമുക്ക് എന്തുണ്ടാകണം? നമുക്കൊരു മാനസാന്തരം ഉണ്ടാകണം എന്ന് പറയുന്നു. എബ്രായ ലേഖനക്കാരന്റെ പുസ്തകം വരുമ്പോൾ 7-ാമത്തെ 25-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 7-ന്റെ 25-ാമത്തെ വാക്യം. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ കണ്ടോ? ഞാൻ ആദ്യമേ പറഞ്ഞു ശൗലിനെ ദൈവം തമ്പുരാൻ വിളിക്കുന്നത് എത്ര ആണ്ടത്തേനെയാ? 40 ആണ്ടത്തേനാ ദൈവം തമ്പുരാൻ വിളിക്കുന്നേ. എന്നാൽ ശൗൽ ദൈവത്തെ അനുസരിക്കാവന്നപ്പോ ദൈവം അവനെ തള്ളി. പകരം ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു. ഇന്ന് നമ്മളെ തള്ളിക്കളയാതിരിക്കുന്നത് യേശു ക്രിസ്തു എന്ന ഏക രക്ഷകനുള്ളതുകൊണ്ടാ. ആമേ നമ്മുടെ സാമർത്ഥ്യം കൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടൊന്നുമല്ല. ഇന്ന് അവൻ നമ്മളെ കൃപയാ കാത്തു സൂക്ഷിക്കുന്നത് കൊണ്ടാ. എന്താ ഒരു യേശു പറയാനുള്ളത്? ഒരാണ്ടുകൂടെ ഞാനൊന്ന് നോക്കട്ടെ ഫലം കായ്ക്കുമ്പോന്ന്. സ്വർഗം പറയുന്നവനെ കളഞ്ഞേക്കാൻ പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രനായ യേശു മധ്യസ്ഥ നിൽക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന വാക്ക് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. അതുകൊണ്ട് താൻ മുഖാന്തരമായി, യേശു മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ യേശു പറയുന്നു നിങ്ങളെ പൂർണ്ണമായും രക്ഷിപ്പാൻ യേശു പ്രാപ്തനാ. ഇന്ന് പകൽക്കാലം ഒരു വർധനവിലേക്ക് പോണോ? ഒരു അനുഗ്രഹത്തിലേക്ക് പോകണോ? ഒരു ഉയർച്ചയിലേക്ക് പോകണോ? ഒരു നന്മയിലേക്ക് പോകണോ? ഇന്ന് പകൽക്കാലം നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണമോ? ഇവിടെ പറയുന്നു ആമി അതുകൊണ്ട് താൻ മുഖാന്തരം, യേശു ക്രിസ്തു മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി യേശു പക്ഷപാതം ചെയ്യുക.
സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായും രക്ഷിപ്പ്. എന്നെ പൂർണ്ണമായി വിടുവിക്കുവാൻ അവൻ പ്രാപ്തനായ ഒരു ദൈവമാ. എത്ര പേര് വിശ്വാസത്തോടെ ഇന്ന് വിളിച്ചു പറയുന്നുണ്ട്, ഹല്ലേലൂയ, എന്നെ വിടുവിക്കുവാൻ ഒരു പൂർണ്ണനായ ഒരു കർത്താവ് എനിക്കുണ്ട്. ഇന്ന് ധൈര്യത്തോടെ നമുക്ക് വിശ്വാസത്തോടെ പറയാൻ പറ്റുന്ന ഒറ്റ കാര്യത്തിലുള്ളൂ, യേശു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം നമുക്കൊരു വിടുതലിനെ കാണാൻ പറ്റുന്നത് അല്ല നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ. പൗലോസ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഞങ്ങളുടെ ശക്തി കൊണ്ടോ അല്ല ഇവനെ നടക്കുമാറാക്കിയത് സ്വർഗത്തിലെ ദൈവത്തിലെ കൃപയൊന്ന് മാത്രമാ. ഇന്ന് പകൽക്കാലം വാഗ്ദത്തം അനുഭവിക്കുമ്പോഴും വിളിച്ചു പറയണം, നമ്മുടെ കഴിവുകൊണ്ടല്ല, ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം കഴിവുകൊണ്ടൊന്നുമല്ല. ഹല്ലേലൂയ, ഇന്ന് പകൽക്കാലം എത്ര പേര് അതേ യേശുവിനോട് നിലവിളിക്കാൻ തയ്യാറാകുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് വരുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യം വരും വിളിച്ചു പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം പറയുന്നു, ഇന്ന് പകൽക്കാലം എത്ര പേര് അങ്ങനെ വിളിച്ചു പറയുന്നവരുണ്ട്. അപ്പോൾ അവൻ യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ നിലവിളിക്കുന്നവർ എത്ര പേരുണ്ട്. അവൻ കരുണയാലും അവൻ നിന്നെ കൃപയാലും മാത്രമേ നിർത്തിയത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രൻ നിന്നോട് കരുണ കാണിച്ചത് കൊണ്ടാ ഇന്ന് ഈ മണ്ണിനകത്ത് നീ ജീവനോടെ ഇരിക്കുന്നതിന്റെ കാരണം. സ്വർഗത്തിലെ ദൈവമായിരുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ ഉടച്ചു മാറ്റിക്കളഞ്ഞനെ, നിന്റെ പ്രവർത്തികൾ കൊണ്ട് ഉടച്ചു മാറ്റിക്കളഞ്ഞനെ. പക്ഷെ യേശു എന്ന ഏക രക്ഷകൻ നിനക്കുള്ളത് കൊണ്ടാ ഇന്ന് പകൽക്കാലം നിന്റെ അകത്ത് തിരിച്ചറിയണം, നീ ചെയ്യുന്ന ആത്മാവിന്റെ പ്രവൃത്തി അല്ലെന്ന് മനസ്സിലായിട്ടു നിന്നെ ഉടച്ചു കളയാതിരിക്കുന്നത്. ദൈവം നിന്നെ വിളിച്ച വിളിന്ന് വിട്ടുമാറിയിട്ടും ഇന്ന് പകൽക്കാലം അറിയണം, സൗലിനെ ദൈവം തമ്പുരാൻ വിളിച്ച വിളിയിൽ നിന്ന് വിട്ടുമാറിയപ്പോൾ ദൈവം അവനെ എടുത്ത് മാറ്റിക്കളഞ്ഞു. ഇന്ന് പലരും കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ആ വേലയ്ക്കകത്ത് വിശ്വസ്തയോടെ നിൽക്കാതിരിക്കുന്ന അനേകരെ തകർത്ത് കളയാതിരിക്കുന്നതിന്റെ കാരണം യേശു പറയുന്നു, ഇവൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുമെന്ന് യേശു കാണുന്നത് കൊണ്ട് മാത്രമാ ഇന്ന് പകൽക്കാലം അറിയണം. അതുകൊണ്ട് ഇന്ന് പകലിൽ സ്വർഗത്തോട് നിലവിളിച്ചിട്ട് പറയണം, യേശുവിനോട് നിലവിളിക്കണം, യേശുവേ ദാവീദ് പുത്ര എന്നോടും എന്റെ കുടുംബത്തോട്, കർത്താവേ എന്നോടും എന്റെ കുഞ്ഞുങ്ങളോട് കർത്താവേ ഒന്ന് കരുണ ചെയ്യണം. ഞങ്ങൾ കൂടുതൽ കൂട്ടത്തോടൊന്ന് കരുണ ചെയ്യണം. കർത്താവേ ഒന്ന് മനസ്സലിയണമെന്ന് എത്ര പേര് ഈ ഹോളിനകത്തൊന്ന് വിളിച്ചു പറയുന്നുണ്ട്. യേശുവേ നിന്ന് വായി തുറന്നൊന്ന് വിളിച്ചാട്ടെ, യേശുവേ നിന്ന് വിളിച്ചാട്ടെ. ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന്. കർത്താവേ ഞങ്ങളെ മറന്നു പോകല്ലെന്ന്, ഞങ്ങളെ മറികടന്ന് കടന്നു പോകല്ലെന്ന് യേശുവേ എന്ന് വിളിച്ചെന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ ഞങ്ങളെ കുഞ്ഞുങ്ങളോട് കരുണ ചെയ്യണമേ, കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് എത്ര പേര് ഈ ഹോളിനകത്ത് വിളിച്ചു പറയുന്നവരുണ്ട്. അവന്റെ നാമത്തിന്റെ ശക്തിയാണ്, അവന്റെ നാമത്തിന്റെ കൃപയാണ്. അവൻ പേർ ചൊല്ലി വിളിച്ചത് കൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ ഉടഞ്ഞു പോകാതിരിക്കുന്നത്, നമ്മൾ തകർന്നു പോകാതിരിക്കുന്നത് അവന്റെ കരുണയൊന്ന് മാത്രമല്ല. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല കൊച്ചേ, നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, നമ്മുടെ നന്മ പ്രവൃത്തി കൊണ്ടല്ല, നമ്മുടെ സ്വഭാവത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല, നമ്മുടെ കുടുംബ സൗന്ദര്യം കൊണ്ടല്ല നമ്മളെ നിർത്തിയിരിക്കുന്നത് അവന്റെ കൃപയാലൊന്ന് മാത്രമാ. ഇന്ന് പകൽക്കാലമായി യേശു മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവനേ ഉള്ളൂ, ഒരുവൻ മാത്രമേ ഉള്ളൂ. അവന്റെ നാമത്തെ അത്ര ഞാൻ വിളിച്ചു പറയുന്നത് അത് യേശു ക്രിസ്തുവാണ്. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക യേശു ക്രിസ്തുവാണ് ഞങ്ങളുടെ ഭവനത്തിന്റെ കർത്താവ്, ഞങ്ങളുടെ തലമുറയുടെ കർത്താവ്. യേശു കർത്താവ് മാത്രമാണ്. അവൻ കൃപയാ ഞങ്ങളെ നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഒരുവൻ വഴി വിളിച്ചു പറയുന്നു, ദാവീദ് പുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന്. ഇന്ന് വായ്കളെ തുറന്നുകൊണ്ട് എത്ര പേര് വിളിച്ചു പറയൂ, എന്റെ കർത്താവേ എന്നോട് കരുണ ചെയ്യണമെന്ന്. ഹല്ലേലൂയ. അവൻ വിളിച്ചതിന്റെ കൃപയ്ക്കകത്ത് നിർത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം, പിതാവ് ദൈവം പറഞ്ഞു ജ്ഞാനമുണ്ട്, മഹത്വമുണ്ട്, സമ്പത്തുണ്ട്, ധനമുണ്ട്, രാജത്വമുണ്ട്, എല്ലാം അവന്റെ കൈകളിൽ ഇരിക്കുന്നുവെങ്കിൽ യേശു പറയുന്നു ഇതെല്ലാം എന്റെ കൈകളിൽ പിതാവ് ഭരമേൽപ്പിച്ചിട്ടുണ്ട്. എത്ര പേര് അമ്മ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. പിതാവാൻ ദൈവം എന്റെ കൈകളിൽ ഇത് ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അതറിയണമെങ്കിൽ അമ്മ 2 പത്രോസിലേക്ക് 1-ാം അധ്യായം 3-ാമത്തെ വാക്യം, 2 പത്രോസ് 1-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം, 2 പത്രോസ് 1-ാം അധ്യായം 2 പത്രോസ് 1:3 തന്റെ മഹത്വത്താലും നമ്മളെ വിളിച്ചവനെ കുറിച്ച് പറയാ. തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മളെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ
അവന്റെ ദിവ്യശക്തി, ജീവന് വേണ്ടത്, ഭക്തിക്ക് വേണ്ടത് ഒക്കെയും നമുക്ക് എന്ത് ചെയ്തിരിക്കുക? ഓ, എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? യേശു ക്രിസ്തു മുഖാന്തരം ഒരു ജയമുണ്ട് കേട്ടോ. നിന്റെ ഭവനത്തിനകത്ത് ജയമുണ്ട്. നിന്റെ ജീവന് വേണ്ടതും ഭക്തിക്കും വേണ്ടതും മുഴുവനും കർത്താവ് ദാനം ചെയ്തിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നീ എന്നും ഇങ്ങനെ ഇരിക്കുവാൻ വേണ്ടി അല്ല സ്വർഗത്തിലെ ദൈവം വിളിച്ചത്, നിന്നെ ഉയർത്തുവാൻ വേണ്ടി തന്നെയാണ് വിളിച്ചത്. എത്ര പേര് വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് അത് സംഭവിക്കാൻ പോകുന്നത്? എത്ര പേര് വിശ്വാസം? എന്നെ വിളിച്ച ദൈവം പറയുന്നു, നിനക്ക് ജീവന് വേണ്ടത് ഭക്തിക്കും വേണ്ടത് മുഴുവൻ കർത്താവ് ദാനം ചെയ്തിട്ടാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പറയണ്ടോ, എവിടെയോ സകല റെഡിയാകാൻ കിടപ്പുണ്ട്, എവിടെയോ ഒരു സകല രൂപാന്തരം വരെ കിടപ്പുണ്ട്. നിന്റെ സമ്പത്തിനകത്ത് ആമേൻ നെകളിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നിന്റെ സമ്പത്തിനകത്ത് നെകളിക്കുന്നുണ്ടോ? ആമേൻ. നിന്റെ തലമുറയെ കണ്ട് നീ നെകളിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. നിന്റെ സൗന്ദര്യത്തിൽ നെകളിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലമാണ്. ഒന്നും നെകളിക്കാനില്ല കേട്ടോ. ആ കർത്താവിന്റെ താഴോട്ടങ്ങ് ഏൽപ്പിച്ചോണ്, അവന്റെ ക്രൂശിന്റെ ചുവട്ടിലോട്ടങ്ങ് ഏൽപ്പിച്ചോണ്. ആമേൻ. ഇന്ന് സ്വോത്രം പറയാം, ഒക്കെ സ്വോത്രം പറഞ്ഞോണം. നാളെ നമുക്കുള്ളതല്ല കേട്ടോ. ഇന്ന് മഹത്വപ്പെടുത്താനുള്ള കർത്താവിനെ മഹത്വപ്പെടുത്തിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവൻ നിലനിൽക്കുന്ന അവന്റെ കൃപയാലൊന്ന് മാത്രമാ. ഇന്ന് പകൽ പുകഴാൻ ഒന്നുമില്ല. പൗലോസ് പറയുന്ന പ്രശംസിപ്പാൻ ഒന്നുമില്ല. എനിക്കോ എന്റെ കർത്താവിന്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിപ്പാൻ ഇല്ലെന്ന് പൗലോസ് പറയുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം പറയാം, താഴ്മയുള്ളവനെ അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാ. നിഗളികളോട് അവൻ എതിർത്ത് നിൽക്കും, നിഗളികളോട് അവൻ എതിർത്ത് നിൽക്കും. ഇവിടെ പറയുന്നു, അവൻ നമ്മുടെ ജീവന് വേണ്ടത് മുഴുവൻ അവൻ നമുക്ക് ദാനമായി തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. വാഗ്ദത്തം നമ്മുടെ മേലുണ്ടോ? അത് തലമുറയുടെ മേൽ വേണം. ഹല്ലേലൂയ. അത് ദൈവത്താൽ ഒരു ഉയർച്ച വരുമെന്ന് വിശ്വസിക്കുന്നവർക്കായി എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകലിൽ ഒരു ദൈവപ്രവൃത്തിയുടെ പകലാക്കി ദൈവം മാറ്റുന്നതിനായി എത്ര പേർ വിശ്വാസത്തിനകത്ത് ഏറ്റെടുത്ത് പറയുന്നുണ്ട്, ആമേൻ, എനിക്ക് വേണ്ടത്, എന്റെ തലമുറയ്ക്ക് വേണ്ടത് എന്റെ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി തന്നെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം അതിന്റെ 20-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. 2 ദിനവൃത്താന്തം 20-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കണ്ടോ, യഹോവേ, നീ സ്വർഗ്ഗസ്ഥനായ ദൈവമല്ലോ, നീ സകല ജാതി രാജ്യങ്ങളെയും നീ ഭരിക്കുന്നുവല്ലോ, ആർക്കും എതിർക്കാൻ കഴിയാത്ത ശക്തിയും ആർക്കും എതിർക്കാൻ മേലാത്ത ശക്തിയാണ് എൻ്റെ ദൈവത്തിൻ്റെ ഇരിക്കുന്നത്. ഇന്ന് നിങ്ങൾ എന്തില്ലേലും വിഷയത്തിൻ്റെ മുകളിൽ ഭാരപ്പെടുന്നുണ്ടോ, ഭയപ്പെടുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം പറ, എൻ്റെ യഹോവയ്ക്ക് അസാധ്യമായ ഒരു കാര്യവുമില്ല. ഓ, എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. നിങ്ങളുടെ അകത്തൊരു വിശ്വാസത്തോടെ ഈ നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ മഹത്വപ്പെടുത്തുന്ന ദൈവം ആരാണ് നിങ്ങളുടെ അകത്ത് വ്യക്തമായിട്ടൊരു ധാരണ നിങ്ങളുടെ അകത്ത് വേണം. എന്നിട്ട് വേണം അവൻ്റെ മഹത്വത്തെ കണ്ടുകൊണ്ട് വേണം ആരാധിക്കുവാൻ. ഹല്ലേലൂയ. അവൻ്റെ പ്രവൃത്തിയെ കണ്ടു വേണം നമ്മുടെ ജീവിതത്തിൽ ആരാധിക്കുവാൻ. ഹല്ലേലൂയ. ആ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാൻ ആദ്യമായി കൊണ്ടുവന്ന് വെച്ച ഭാഗം നിങ്ങൾ ഓർക്കുന്നു. അപ്പൻ്റെ കഴുതയെ കാണാതെ പോയവനാ ശൗല്. ഹല്ലേലൂയ. പോകുന്ന സമയത്ത് സ്വർഗത്തിലെ ദൈവം ഇടപെടുന്ന വെറും സാധാരണക്കാരനായിരിക്കുന്ന ശൗലിനെ പ്രവാചകനോട് ദൈവം ഇടപെട്ടിട്ട് പറയുക, അവനെ അഭിഷേകം ചെയ്യണം. എന്തിനു വേണ്ടി എന്നറിയോ? ഒരു രാജ്യത്തിന്റെ രാജാവാക്കാൻ വേണ്ടി. ഇന്ന് പകൽക്കാലം പറഞ്ഞ നിങ്ങളുടെ സ്ഥിതികളെ മാറ്റുന്ന ഒരു അഭിഷേകമുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ സ്ഥിതികളെ ദൈവം മാറ്റിക്കൊണ്ടുവരുന്ന ഒരു അഭിഷേകത്തിന് ശക്തിയുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തറിയണം. നിങ്ങൾ വിശ്വസിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് വചനമൊക്കെ എത്ര കേട്ടാലും നമ്മൾ അതിനെ എന്ത് ചെയ്യത്തില്ല? വിശ്വാസത്തിനകത്ത് അങ്ങോട്ട് ഉറപ്പിക്കത്തില്ല. വിശ്വാസത്തിൽ നമ്മൾ അതിനെ അങ്ങോട്ട് ഉറപ്പിച്ചെടുക്കത്തില്ല. നിങ്ങളുടെ അകത്ത് അതറിയണം. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം ഒന്ന് എടുക്കാവോ? ഗലാത്യ ലേഖനം 3:2. പൗലോസ് പറയുക, ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ. നിങ്ങൾക്ക് ഇതെങ്ങനെ നിങ്ങൾക്ക് കിട്ടിയേ? ന്യായപ്രമാണത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചതാണോ ഇത്? അല്ല. ഇവിടെ പറയുന്നു എങ്ങനെ? വിശ്വാസത്താലാണ് ആത്മാവിനെ പ്രാപിച്ചത്. വിശ്വസിച്ചവരുടെ മേല
ആത്മാവിനെ പ്രാപിച്ചത്. അപ്പോൾ നിങ്ങളുടെ അകത്ത് എന്ത് ചെയ്യണം? ഈ വാഗ്ദത്തങ്ങളെ ദൈവം നമ്മളെ റിലീസ് ചെയ്യുമ്പോൾ വിശ്വാസത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുന്നവരാകണം. നിങ്ങളുടെ മേൽ പകരപ്പെട്ട അഭിഷേകത്തെ നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ പറയുന്നു, പ്രവർത്തിയാലോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ. അപ്പോൾ പൗലോസും പത്രോസും ഒക്കെ പ്രസംഗിച്ചപ്പോൾ ഇവരാരെ വിശ്വസിച്ചു? യേശുവിനെ വിശ്വസിച്ചു. വിശ്വസിച്ചവരെന്ത് ചെയ്തു? സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടവർക്ക് പരിശുദ്ധാത്മാവെന്ന്, ആരുടെ നാമത്തിൽ? യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടവർക്ക് അടുത്ത പദ്ധതി, പരിശുദ്ധാത്മാവെന്ന ദാനം ആര് കൊടുത്തു? സ്വർഗത്തിൽ നിന്ന് കൊടുത്തു. ഒന്നാമത്തെ പടി നോക്കണം. ഇവിടെ നോക്കുമ്പോൾ എങ്ങനെ വന്നു? ഇവർ പ്രസംഗിച്ചതിനെ യേശു ക്രിസ്തു സകല പാപങ്ങളും മോചിച്ചു എന്ന്, എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യേശു യാഗമായെന്ന് കേട്ട ജനം വിശ്വസിച്ചു. നിങ്ങൾ വിശ്വസിച്ചവരല്ലേ? ഞാൻ വിശ്വസിച്ചവനാ. എൻ്റെ പാപത്തിന് പരിഹാരമായി കാൽവറി ക്രൂശിൽ എൻ്റെ കർത്താവ് യാഗമായെന്ന് ഞാൻ വിശ്വസിച്ചു. അവൻ്റെ രക്തത്താൽ എനിക്ക് പാപമോചനമുണ്ടെന്ന് എനിക്കൊരു വന്നു. അവൻ്റെ നാമത്തിൽ എനിക്കൊരു വീണ്ടെടുപ്പുണ്ട്. ഞാനത് വിശ്വസിച്ചു. വിശ്വസിച്ചവരെ സ്നാനപ്പെടുത്തണം. ദൈവത്തിൻ്റെ കൽപ്പന. യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി. സ്നാനപ്പെടുത്തപ്പോൾ അവരുടെ മേൽ സ്വർഗത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവ് വന്നു. ഈ അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. ഈ അഭിഷേകം നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറകളുടെ മേലും പകരപ്പെടുന്നതാ. ഇവിടെ ഗലാത്യ ലേഖനക്കാരൻ പറയുന്നു, ആമീൻ ആമീൻ, വിശ്വാസത്തെ ഇവിടെ പറയുന്നു, പ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ അപടിച്ചു. ആമീൻ, ന്യായപ്രമാണത്തിന്റെ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. അപ്പൊ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നത് എന്ത് കേട്ടതാ? വിശ്വാസത്തിന്റെ വാക്യം, വചനങ്ങൾ നമ്മുടെ അകത്ത് ഗ്രഹിച്ചപ്പോൾ നമ്മൾ സ്നാനപ്പെട്ടതും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതും. നമ്മുടെ മേൽ എന്തുണ്ട്? നമ്മുടെ മേൽ അഭിഷേകമുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ അഭിഷേകം സകല നുഖങ്ങളെയും തകർക്കുന്നതാ. ഈ അഭിഷേകം ഭൂതകസ്തരെ വിടുവിക്കുന്ന. യേശു അഭിഷേകത്തെ കുറിച്ച് പറഞ്ഞു. 1 യോഹന്നാനിൽ വന്നപ്പോൾ പറഞ്ഞു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അഭിഷേകത്തിന്റെ ശക്തി. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, പിശാചിനെ കുറിച്ച് പറഞ്ഞു. പിശാച് അറക്കാനും മുടിക്കാനും മോഷ്ടിപ്പാനും വരുന്നത്. യേശുവോ സമൃദ്ധിയായി ജീവനെ നൽകുവാനാ. ഈ ജീവൻ നിങ്ങളുടെ മേൽ പകരപ്പെടുമ്പോൾ ദൈവപ്രവൃത്തി പരിശുദ്ധാത്മാവി വെളിപ്പെടും. ഇല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നേ. വിശ്വാസത്തിനകത്ത് ആത്മാവി നിങ്ങൾ അറിയണം. നിങ്ങളുടെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മ ശക്തി, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവായ ശക്തി യേശുവിൻ്റെ മേൽ പകരപ്പെട്ട പോലെ തന്നെ എൻ്റെ മേൽ പകരപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഭയത്തിൻ്റെ കീഴിലല്ല, ഞാൻ ജയത്തിൻ്റെ കീഴിലാണ്. യേശു ക്രിസ്തു എൻ്റെ പാപങ്ങളെ കഴുകിയതുകൊണ്ടാണ് സ്വർഗത്തിലെ ദൈവ ആത്മാവിനെ എൻ്റെ മേൽ പകർന്നത്. ഇതെങ്ങനെ? വിശ്വാസത്താൽ എൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്. ഇനിയും ഒരു ശക്തിക്കും എന്നെ കീഴടക്കാൻ പറ്റത്തില്ല എന്ന് എൻ്റെ അകത്ത് വിശ്വസിക്കണം. അപ്പൊ സെഖിയോമാളി മുറിക്കകത്ത് അവർ വിശ്വാസത്തോടെ ആത്മാവിന് വേണ്ടി കാത്തിരുന്നു. സെഖിയോമാളി മുറി പരിശുദ്ധാത്മാവ് അവരുടെ മേൽ പകർന്നു. അവർ വിശ്വാസത്തോടെ അടുത്ത സ്റ്റെപ്പിലേക്ക് വന്നു. അഭിഷേകത്തിന്റെ നിറവി. 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം ഒന്നെടുത്തേ. 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവർ ദേവാലയത്തിൽ കടപ്പാൻ ഇപ്പൊ പോകുന്ന പോക്ക് കണ്ടോണേ. അവർ ഭിക്ഷ ചോദിച്ചു. ഇവരുടെ മേൽ എന്ത് പകർന്നു? അല്ലോ എൻ്റെ കൂടെ നിങ്ങൾ പെട്ടെന്ന് വന്നേ, പെട്ടെന്ന് തീർക്കണം. ഇവരുടെ മേൽ എന്ത് വന്നു? വിശ്വാസത്താൽ ഇവരെന്തിനെ പ്രാപിച്ചു കഴിഞ്ഞു? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഇവർ പോകുന്ന എവിടെയോട്ടാ? ആലയത്തിലേക്ക് പോവുക. ദൈവത്തെ ആരാധിക്കാൻ ഇവർ പോവുക. ഇവർ പോകുന്ന വഴി നോക്കിയാൽ അവർ പത്രോസും യോഹന്നാനും ദേവാലയത്തിലേക്ക് കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് പത്രോസും യോഹന്നാനും കൂടെ അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്.
ഇന്ന് പകൽ നിങ്ങളുടെ അകത്തറിഞ്ഞേ, മറ്റാർക്കും ഇല്ലാത്തൊരു പ്രത്യേകത നമ്മുടെ മേലുണ്ട്. ഒരു അഭിഷേകം നമ്മുടെ മേലുണ്ട്. നമ്മുടെ മേൽ ഒരു അഭിഷേകമുണ്ട്. ആമേ, ഇത് ആർക്ക് ബോധ്യമായി? പത്രോസ് യോഹന്നാനും മനസ്സിലായി, ഞങ്ങളുടെ മേൽ ഒരു അഭിഷേകം നിൽപ്പുണ്ട്. ആമേ, ചില അത്ഭുതങ്ങൾ ചെയ്യാനുള്ള കൃപ ഞങ്ങളുടെ മേലുണ്ട്. ആമേ, പിശാചിന്റെ ബന്ധനം അഴിക്കാനുള്ള കൃപ ഞങ്ങളുടെ മേലുണ്ട്. ഇവിടെ പറയുന്നു, ഞങ്ങളെ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടും എന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, എനിക്കുള്ളത് നിനക്ക് നൽകാൻ പോവാ. പിടികിട്ടിയോ? പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തി പിടികിട്ടുന്നുണ്ടോ? നിങ്ങളുടെ മേൽ നിങ്ങളുടെ അതിരുകളെ മാറ്റുന്ന അഭിഷേകത്തിന്റെ ശക്തി മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളുടെ മേൽ പകരപ്പെട്ട കൃപയെ ഇന്ന് പകലിൽ പിടികിട്ടുന്നുണ്ടോ? ഈ അഭിഷേകം ദൈവം പകർന്നു വെച്ചിരിക്കുന്നത് ഞാൻ ഒന്നുമല്ലെന്ന് പറയുവാനല്ല, നിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാനാ. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ പറഞ്ഞത്, ചിലരെ രാജ്യത്വത്തിലേക്ക് വരെ കൊണ്ടുവരുക, രാജാവാക്കുവാൻ ഒരു അഭിഷേകം ചെയ്യുന്ന പ്രവൃത്തി എന്റെ മേൽ ഇരിപ്പുണ്ട്. ഇന്ന് ആ വാക്യത്തെ കൂട്ടി വായിച്ചോളാം. നിന്നെ അപ്പോസ്തലനാക്കി പുറത്തു കൊണ്ടുവരുവാനുള്ള കൃപ സ്വർഗത്തിലെ ദൈവത്തിന്റെ മേൽ ഇരിപ്പുണ്ട്. മീൻ പിടിച്ചു നടന്നിരുന്ന പത്രോസ്, യോഗ്യത പറയാനില്ല പത്രോസ്, അവന്റെ മേൽ അഭിഷേകത്തെ പകരുവാൻ തുടങ്ങിയപ്പോ, അവൻ പട്ടണത്തിന്റെ വാതിക്കൽ വന്നു കഴിഞ്ഞപ്പോ അവന്റെ കൈകളിൽ അത്ഭുതം നടന്നെങ്കിൽ അവൻ വിശ്വാസത്താൽ ഈ അഭിഷേകത്തെ പ്രാപിച്ചതാ. ഇന്ന് പകൽക്കാലം ആത്മാവിനകത്തറിയണം, നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തിയെ ഇന്ന് പകൽക്കാലം നീ ദേശത്തിനകത്ത് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം, ആ പ്രവൃത്തി നിന്റെ അകത്ത് വെളിപ്പെടുത്തുവാൻ നിന്റെ മേൽ പകരപ്പെട്ട ശക്തിയാൽ ഇന്ന് പകൽക്കാലം നിന്റെ ദുഃഖകാലങ്ങൾ മാറിപ്പോകും, നിന്റെ കഷ്ടതകൾ മാറിപ്പോകും. നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തി അത് പിശാചെന്ന് കേൾക്കട്ടെ, അത് പിശാചിന്റെ മുന്നേ വെളിപ്പെടുത്തട്ടെ. നിന്റെ ഭാവിയെ തടയുമെന്ന് പറഞ്ഞത്, നിന്റെ തലമുറയെ തടയുമെന്ന് പറഞ്ഞത് ഇന്ന് പകലിൽ വിളിച്ചു പറയണം. യേശുവിന്റെ നാമത്തിൽ എന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തിയാ ഇന്ന് കാര്യമെടുത്ത് മാറ്റുവാൻ, അത് കൽപ്പിക്കുവാൻ തുടങ്ങണം. യേശുവിന്റെ നാമത്തിൽ നാളുകൾ കൊണ്ട് ഞങ്ങളെ ബന്ധിച്ചു വെച്ചിരുന്നത്, നാളുകൾ ഞങ്ങളുടെ ഉയർച്ചയെ തടഞ്ഞു വെച്ചത്, ഞങ്ങളുടെ സാമ്പത്തികത്തിന്റെ മേഖലകളിൽ, ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ മേഖലകളിൽ, ഞങ്ങളുടെ കുടുംബത്തിനകത്ത് സ്വസ്ഥതയെ കെടുത്തിക്കൊണ്ടിരുന്നത് ഒരു പൈശാചിക ശക്തിയാണെങ്കിൽ, ആത്മാവിന്റെ ശക്തിക്കകത്ത് ഇന്ന് പകൽ നിന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തിയാ ഇന്നതിനെ വിട്ടുമാറുവാൻ നസറേന്റെ നാമത്തിൽ കൽപ്പിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മർക്കോസ് 11 അധ്യായം 24 വാക്യത്തിനകത്ത് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും എന്നാ പറഞ്ഞേ? കാണാതറിയാവുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നീ യാചിച്ചതൊക്കെ എന്ത് ചെയ്തോ? ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ? പ്രാർത്ഥിച്ചതൊക്കെയും എനിക്ക് കിട്ടിയെന്ന ഇന്നൊന്ന് വിശ്വസിച്ചേ. എന്നതാ കാരണം? നിങ്ങളുടെ അകത്ത് വിശ്വസിക്കുന്ന ഇതിനകത്ത് പകരപ്പെട്ട ഒരു ആത്മാവുണ്ട്. നിന്റെ മേൽ പകരപ്പെട്ട ആത്മാവിനകത്ത് അവിശ്വസിക്കണ്ടേ. ഇന്ന് വീടില്ലെങ്കിൽ എനിക്ക് വീട് ലഭിച്ചെന്ന് വിശ്വസിക്കാൻ റെഡിയാകണം. അല്ലെങ്കിൽ തലമുറയ്ക്കകത്ത് നന്മ കണ്ടിട്ടില്ല, കണ്ടുകൊണ്ട് ആരാധിക്കാൻ റെഡിയാകണം. ഇന്ന് പകൽ ലഭിച്ചതിന് ദൈവത്തെ സ്തോത്രം ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. എന്നിട്ടൊരു വാക്ക് കൊടുത്തിരിക്കുക, പിടികിട്ടിയോ? നിങ്ങൾ ഇന്ന് ഈ പകല് അത് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, ഇപ്പൊ ശൗല് ചെന്നു, ശൗമലിന്റെ അടുത്ത് ചെന്നു, പുള്ളി അഭിഷേകം ചെയ്തിട്ട് പറഞ്ഞു, നീ രാജ്യത്തിന്റെ രാജാവാന്ന് പറഞ്ഞു. നമ്മളോട് പറയാമെങ്കിലോ? വലിയൊരു പ്രവാചകൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിന്നെ അഭിഷേകം ചെയ്തിരുന്ന ഒരു ചിരിയും ചിരിച്ച് വീട്ടിൽ വന്ന് തലയും കുത്തി കിടന്ന് ചിരിക്കും. നമ്മുടെ വിശ്വാസത്തിന്റെ കൂടുതൽ കൊണ്ട് ശൗലിനോട് പറഞ്ഞത്, സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ, നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന ഒക്കെയും ഇന്ന് യാചിക്കുന്ന ഒക്കെയും ലഭിച്ചു എന്ന് നെഗറ്റീവ് അകത്ത് കിടക്കാതെ ആത്മാവിൽ ഇന്ന് പറയണം, ഞാൻ പ്രാർത്ഥിച്ചതൊക്കെയും ഇന്ന് പകലിൽ അകത്ത് വെളിപ്പെടട്ടെ. പ്രാർത്ഥിച്ചതൊക്കെയും ആമേൻ. ഇന്ന് പകൽക്കാലം പറയാം, രാജ്യത്വവും യഹോവയുടെ കയ്യിലിരിക്കുന്നത്, അതിരുകൾ ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നത്. 17 വന്നപ്പോ അബ്രഹാമിനോട് വിളിച്ചിട്ട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്നെ വർദ്ധനവിനാ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനകത്ത്
അതിനകത്ത് അറിഞ്ഞ് 17-ാം അധ്യായത്തിന്റെ തുടക്കത്തിനകത്ത് പറയൂ, നിനക്കും നിന്റെ തലമുറയ്ക്കും ഉള്ളത് മക്കൾ പോലും ഇല്ലാത്ത അബ്രഹാമിനോട് ദൈവം വിളിച്ചു പറയും, നിനക്കും നിന്റെ തലമുറയ്ക്കും ഉള്ളത് ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വിശ്വസിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം വരിക, നീ പ്രാർത്ഥിക്കുമ്പോൾ യാചിച്ചതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. വിശ്വസിച്ചാൽ അകത്തിരിക്കുന്ന ആത്മാവ് വർദ്ധിക്കും. യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ പ്രവർത്തികളാൽ വർദ്ധിപ്പിക്കുന്നവനാ. ആമേൻ. പ്രാർത്ഥനയിൽ ഒരുവൻ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ അവനെ ദൈവം വർദ്ധിപ്പിക്കും. അതുകൊണ്ട് എന്നിട്ട് പറയാ, വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഉണ്ടാകും എന്ന് പറഞ്ഞു. വിശ്വസിക്കാൻ റെഡിയാവുന്നുണ്ടോ? എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ ഹോളിനകത്ത്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ തന്നെ ഉണ്ടാവും. ഇന്നുണ്ടാകും. ഇന്നൊരത്ഭുതം നടക്കും. നാളത്തെ കാര്യമല്ല ഞാനീ പറയുന്നത്, ഇന്നൊരത്ഭുതം നടക്കും. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചില അടയാളങ്ങളെ ദൈവം തമ്പുരാൻ ചെയ്യും. ആമേൻ. ഇന്ന് പകലൊന്ന് വിശ്വസിക്കാൻ റെഡിയാ. നീ പ്രാർത്ഥിച്ചതിനകത്തൊരു അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് 6 മണിക്ക് മുമ്പ് നിനക്ക് ചില ഫോൺ കോളുകൾ വരും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് വൈകിട്ട് 6 മണിക്ക് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിനക്ക് ചില തീരുമാനങ്ങളുടെ ഫോൺ കോളുകൾ ആത്മാവ് കൊണ്ടുതരുമെന്ന് ആത്മാവ് പ്രവചിച്ചു പറയാതെ സംഭവിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തെ എത്ര പേർ വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. നാളെ കണ്ടുകൊണ്ട് നിലവിളിക്കുകയല്ലേ? വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ഇന്ന് പകൽ അറിയണം, ഇസ്രായേൽ മക്കൾ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ മക്കൾ ഈജിപ്റ്റ് അടിമത്തത്തിൽ കിടക്കുന്നവരെ സ്വർഗത്തിലെ ദൈവം മോശ മുഖാന്തരം വിളിച്ചിറക്കിക്കൊണ്ട് വരിക. ദൈവം പറഞ്ഞു, ഞാൻ കരുതിക്കോളാം, നീ പോരാൻ പറഞ്ഞു. സ്വർഗത്തിന്റെ ദൈവത്തിന്റെ മേഘവും നിൽക്കുന്നു, മന്ന കൊടുക്കുന്നു, എല്ലാം കൊടുത്തേക്ക് കൊണ്ടുപോയി പോഷിപ്പിച്ചുകൊണ്ട് വരുമ്പോ ഈ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ വന്നപ്പോ മോശ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ അറിഞ്ഞു 15-ാമത്തെ വാക്യം പറയും, അപ്പോൾ യഹോവ മോശയോട് അരുളിച്ച്, നീ എന്നോട് നിലവിളിക്കുന്നെന്ത്? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറക. കണ്ടോ, മോശയ്ക്ക് ആരെ വിശ്വാസമാ? ഇന്ന് പിടികിട്ടുന്നുണ്ടോ? മോശ ഇസ്രായേൽ കടലിന്റെ മുന്നേ വന്നപ്പോ നിലവിളിക്കാൻ തുടങ്ങിയപ്പോ യഹോവയായ ദൈവം പറയുന്നു, മോശ നീ എന്തിനാ നിലവിളിക്കുന്നത്? നിന്റെ കയ്യിലിരിക്കുന്ന വടിയെടുത്ത് നീ കടലിന്റെ മീതെ നീട്ടുക. ഇന്ന് ആത്മാവിനകത്ത് ഞാൻ ചില ദൂത പറയുന്നത്, നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തിയെ ഈ പകൽ നീ വെളിപ്പെടുത്തുവാൻ റെഡിയാകണം. യേശുവിന്റെ നാമത്തിൽ നിന്റെ മേൽ പകരപ്പെട്ടതിന് അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. അത് ഇന്ന് പകൽക്കാലം അറിയണം. സൗലിനെ രാജകൊട്ടാരത്തിൽ എത്തിച്ചത് അഭിഷേകത്തിന്റെ ശക്തിയാണെങ്കിൽ, ദാവീദിനെ രാജകൊട്ടാരത്തിൽ എത്തിച്ചത് അഭിഷേകത്തിന്റെ ശക്തിയാണെങ്കിൽ, യോസേപ്പിനെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് ഉയർത്തി മാനിച്ചത് അഭിഷേകത്തിന്റെ ശക്തിയാണെങ്കിൽ, പത്രോസ് അപ്പോസ്തലനെ വെറും മുഖവനായിരുന്ന പത്രോസിനെ അഭിഷേകത്തിന്റെ ശക്തിയാൽ അപ്പോസ്തലനാക്കിയെങ്കിൽ, ഇന്ന് പകൽ ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാം, വിശ്വാസത്തിനകത്ത് ഇന്ന് പകൽ വിശ്വാസത്തിനകത്ത് മോശ വിശ്വാസത്തിനകത്തുനിന്ന് ആ വടിയെ അങ്ങ് എടുത്തു. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിനകത്ത് വിളിച്ചു പറ, റംതൽ കോരി അന്തര വൈഡബൽ അന്തർ. യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, മോശ നീ ആ വടിയൊന്ന് എടുക്ക. മോശ വിശ്വാസത്താൽ വടിയെ എടുത്തു. നിന്റെ കടലിന് മേൽ നീട്ടുക, അതിനെ വിഭാഗിക്ക എന്ന് സ്വർഗം പറഞ്ഞെങ്കിൽ, ഇന്ന് പകൽ ആത്മാവിനകത്തറിയാം നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് അഭിഷേകത്തിന്റെ ശക്തി. ഇന്ന് പകലിൽ അത് വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വാസത്തോടെ മോശ വടിയെ നീട്ടുമ്പോ സ്വർഗത്തിലെ ദൈവം ഒരു കാറ്റുകൊണ്ട് കടലിനെ വിഭാഗിക്കാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, നീ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ, നിന്നെ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, ഇല്ലാത്തത് നിനക്കിന്ന് പകൽ ഉളവായി വരുവാൻ തുടങ്ങാം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറ, അത്ഭുതങ്ങൾ ഇന്ന് പകൽ വെളിപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. മോശയെ വിളിക്കുമ്പോൾ മോശ വിശ്വസിച്ചത് ദൈവത്തെ ആയിരുന്നു. അതുകൊണ്ടാണ് മോശയുടെ മുൻപിൽ ആ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടെങ്കിൽ, ഇന്ന് പകലി ആത്മാവിനകത്ത് തിരിച്ചറി ദൈവം ചില പ്രവർത്തികൾ ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽ ആത്മാവിൽ എത്ര പേര് അറിയുന്നുണ്ട്? ആമേൻ. നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തെ നിങ്ങൾ അറിയണം.
ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ചെങ്കടൽ ദൈവം തമ്പുരാൻ വിഭാഗിക്കുമ്പോൾ ഹല്ലേലൂയ, മിസ്രൈമ്യർക്ക് അതിൽ കൂടെ കടന്നു പോകാൻ പറ്റിയില്ല. 26-ാമത്തെ വാക്യം പറയുന്നു, അവരുടെ രഥങ്ങളും ഛത്രങ്ങളും തെറ്റിച്ചു. കണ്ടോ അഭിഷേകത്തിന്റെ ശക്തി? നിന്നെ ദൈവം വിളിച്ചിറക്കിയിരിക്കുന്ന അവന്റെ പദ്ധതി വെളിപ്പെടുത്തവനാ. ഇന്ന് പകൽക്കാലം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാനും എൻ്റെ തലമുറകളും അനുഗ്രഹത്തിലേക്ക്. ഞങ്ങൾ വർദ്ധനവില്ല. ഇവിടെ പറയുന്നു, ബാക്കി ഇസ്രായേൽ വിട്ട് ഓടിപ്പോകുവാൻ യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമ്യരോട് യുദ്ധം ചെയ്യുന്നു എന്ന് പറഞ്ഞു. 26-ാമത്തെ വാക്യം പറയുന്നു, അപ്പോൾ മോശയോട് കുതിരപ്പടകൾ മോശ കടലിന്മേൽ കൈനീട്ടി പഴയ സ്ഥിതിയിലേക്ക് അത് മടങ്ങി വന്നു. ഇന്ന് ആത്മാവിനകത്തുള്ള നിന്റെ മേലിരിക്കുന്ന അഭിഷേകം ചില വാതിലുകളെ തുറക്കാൻ പോവുക. നിനക്ക് വേണ്ടി ചില ദൈവപ്രവർത്തികൾ ആത്മാവ് വെളിപ്പെടുത്തു. നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ചില വാതിലുകളെ ദൈവം ഈ പകല് തുറക്കപ്പെടാൻ പോകുക. പക്ഷെ നീ ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ റെഡിയാകുക. വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകലിൽ ചില അത്ഭുതങ്ങൾ നിന്റെ മേലിൽ ഏൽപ്പിക്കും ദൈവം. എത്ര പേർ വിശ്വാസത്തോടെ നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ഒരു അഭിഷേകമുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? മോശയുടെ മേൽ ദൈവം പകർന്ന അഭിഷേകത്തിന്റെ ശക്തി. മോശയോട് യഹോവയായ ദൈവം പറഞ്ഞു, മോശയെ നീ വടിയെടുത്ത് കടലിനെ വിഭാഗിക്ക എന്ന് പറഞ്ഞപ്പോ മോശ വടിയെടുത്ത് കടലിനെ വിഭാഗിക്കുവാൻ തുടങ്ങി. അവന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് പകൽ നിങ്ങളുടെ മേൽ അറിയണം. പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് അഭിഷേകത്തിന്റെ ശക്തി ദേശത്ത് വെളിപ്പെടുത്തുവാനാ. എത്ര പേർ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർ കഴിഞ്ഞ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. 37-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഇന്ന് പകല് നിങ്ങളുടെ അകത്ത് വ്യക്തതയോടുകൂടി നിങ്ങളുടെ അകത്തറിയണം, നിങ്ങൾ നിൽക്കുന്നത് പ്രതിസന്ധിയുടെ മുൻപിലാണെങ്കിൽ ആത്മാവ് പറയുന്നു അതിനെ നോക്കി പ്രവചിക്കുക. ഇന്ന് നിങ്ങൾ നിൽക്കുന്നത് പ്രതികൂലത്തിന്റെ സാഹചര്യത്തിലാണെങ്കിൽ അതിനെ നോക്കി പ്രവചിക്കുന്ന ഒരു ശക്തി നിങ്ങളുടെ മേൽ വരണം. ഇവിടെ പറയുന്നു, അവൻ എന്നോട് കൽപ്പിച്ചത് ഈ അസ്ഥികളെ കുറിച്ച്. അവനോട് ചോദിക്കുന്നു, അവൻ നീ എന്താ കാണുന്നത് ചോദിക്കും. പറഞ്ഞു, അസ്ഥിയുടെ താഴ്വരയാ, ഉണങ്ങി നിൽക്കുന്ന അസ്ഥികളാ, ഉണങ്ങി വരണ്ടു കിടക്കുന്ന അസ്ഥികളാ, വേർപെട്ട് കിടക്കുന്ന അസ്ഥികളാ. അവിടെ നിന്നുകൊണ്ട് യഹോവയായ ദൈവം യെഹെസ്കേലിനോട് ചോദിക്കുന്നു, യെഹെസ്കേലേ നീ എന്ത് കാണുന്നു? ആമേൻ. പുറയിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, യെഹെസ്കേലിനെ നിവർന്ന് നിൽക്കുമാറാക്കിയത് അവന്റെ അഭിഷേകത്തിന്റെ ശക്തിയായിരുന്നു. ഇന്ന് പകൽക്കാലം ആത്മാവിനകത്ത് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ. അവൻ എന്നോട് കൽപ്പിച്ചത് നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ചവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. ഇന്ന് പകൽക്കാലം ആത്മാവിനകത്ത് വിളിച്ചു പറയുമ്പോൾ നിങ്ങളുടെ മേലിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് നിങ്ങൾ ഇന്ന് പറയാൻ റെഡിയാണോ? ചില വാതിലുകൾ ദൈവം നിങ്ങൾക്കായി തുറക്കപ്പെടാൻ പോവുക. അടഞ്ഞിരിക്കുന്ന വാതിലുകൾ കാണാം. പക്ഷെ ഇന്ന് പകൽക്കാലം അഭിഷേകത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്ത് വിളിച്ചു പറ, അത് ഇന്ന് സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് വിളിച്ചു പറഞ്ഞു, ആമേൻ, ആത്മാവ് വരുവോളേ ഉള്ളൂ ഈ മരുഭൂമിയുടെ അവസ്ഥ. ആത്മാവ് വരുവോളേ ഉള്ളൂ. ഇന്ന് പകൽ ആത്മാവ് നിങ്ങളുടെ മേലുണ്ട്. പക്ഷെ വിശ്വാസത്തെ നിങ്ങൾ ഉറയ്ക്കാൻ റെഡിയാകണം. വിശ്വാസത്തിനകത്ത് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറ, ചില വാതിലുകളെ ദൈവം തുറക്കപ്പെടാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. എത്ര പേര് സഭ ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം ആത്മാവിനകത്ത് അറിയും. ആമി തലമുറയുടെ വിഷയമാകട്ടെ, നിന്റെ ഭവനത്തിന്റെ വിഷയമാകട്ടെ, ഇന്ന് പകൽക്കാലം നീ രോഗത്തിന്റെ അവസ്ഥ, കടഭാരത്തിന്റെ അവസ്ഥ, ഏത് പ്രതികൂല സാഹചര്യമാകട്ടെ, അതിനകത്തുനിന്നുകൊണ്ട് ആത്മാവിന്റെ ശക്തിയിൽ വിശ്വാസത്താൽ വിളിച്ചു പറ, യേശുവിന്റെ നാമത്തിൽ എനിക്കെതിരായി നിൽക്കുന്ന എല്ലാ പ്രതികൂലത്തെ നോക്കിക്കൊണ്ട് ആത്മാവി എന്ന് പ്രവചിച്ച് യേശുവിന്റെ നാമത്തിൽ അമിച്ച വാതിലുകളെ ദൈവം ഈ പകലിൽ ഇന്ന് പകൽ അത് നിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുക്കുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ഞാൻ ആദ്യമേ വന്നു ശൗലിൽ വന്നു. ആ ശൗൽ എന്ന് പറയുന്നു, അമ്മേ, അപ്പന്റെ കഴുതയെ നോക്കിയിരുന്നവൻ അവന്റെ മേൽ അഭിഷേകം പകർന്നപ്പോ അവൻ രാജ്യത്തിന്റെ രാജാവായി മാറിയെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്ത് അറിയണം,
നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തിന്റെ ശക്തിയാൽ ഇന്ന് പകൽക്കാല ആത്മാവിലെ ചില വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടാൻ പോവുകയാണ്. ഓ റബസദൽ കോനെ അന്തര യെശയ്യാവിന്റെ പുസ്തകം വിളിച്ചു പറഞ്ഞു, ആത്മാവ് വരുവോളേ ഉള്ളൂ ഈ മരുഭൂമിയുടെ അവസ്ഥ. ഇന്ന് പകൽ ആത്മാവിനകത്ത് നിറഞ്ഞെന്ന് പറ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ചിലതിനെ നോക്കി കൽപ്പിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ചിലതിനെ നോക്കി ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തെ നോക്കി കൽപ്പിക്കുക, നിങ്ങളുടെ തലമുറകളെ നോക്കി പ്രവചിക്കുക. ചില വാതിലുകൾ ദൈവം തുറക്കപ്പെടാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. പകലിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഓ ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ ആത്മാവിനകത്ത് കാണുന്നുണ്ട്? എത്ര പേർ വിശ്വസിക്കാൻ റെഡിയാകുന്നുണ്ട്? ആമേൻ. എനിക്ക് വേണ്ടി ഒരു ദൈവം ഒരു അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക. എനിക്ക് വേണ്ടി ദൈവം ചില പ്രവൃത്തികൾ ചെയ്യാൻ പോവുക. എനിക്ക് വേണ്ടി ദൈവം ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ നിനച്ചിരിയാത്ത സമയത്ത് സ്വർഗം ചില അത്ഭുതങ്ങൾ ചെയ്യും. ആമേ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം, ആത്മാവിനകത്ത് നിന്റെ ഭവനത്തിനകത്ത് പ്രതിസന്ധിയെ ഇന്ന് പകലിൽ അതിനെ കെട്ടിവെച്ചിരിക്കുന്ന നിന്റെ തലമുറയുടെ നന്മയെ കെട്ടിവെച്ചിരിക്കുന്ന ആ ഇരുട്ടിന്റെ അധികാരത്തെ നോക്കിക്കൊണ്ട്, ചെങ്കടലിനെ നോക്കിക്കൊണ്ട് ആത്മാവിൽ ഈ പകലിൽ പ്രവചിച്ചു പറ, യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ പകലിൽ അഴിയട്ടെ എന്ന് യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുക. നീ പ്രാർത്ഥിക്കുമ്പോൾ അത് സംഭവിക്കുമെന്ന് ആത്മാവ് വിളിച്ചു പറഞ്ഞെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഒരു ആരാധന നിങ്ങളുടെ അകത്തുനിന്ന് വെളിപ്പെടട്ടെ. യേശുവിന് ഒരു ആരാധന കൊടുത്ത് വിളിച്ചു പറ, യേശുവേ എന്ന് വിളിച്ചെന്ന് പറ, കർത്താവേ ഞങ്ങളുടെ മഹത്വം ഇറങ്ങണം കർത്താവേ. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ അതുകൊണ്ട് ഒറ്റ വാക്കോടെ വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ആമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു, ആത്മാവ് വരുവോളേ ഉള്ളൂ. ആമേ. മരുഭൂമിയുടെ അവസ്ഥ ആത്മാവ് വരുവോളേ ഉള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 48-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിക്കുന്നു. നിങ്ങൾ അടുത്തു വന്ന് വായിച്ചോ. നിങ്ങൾ അടുത്തു വന്ന് ഇത് കേൾപ്പീൻ, ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല. കാരണം നമ്മളോട് പറഞ്ഞു, ആമി ശൗലിനെ കുറിച്ച് പറഞ്ഞു, യോസഫിനെ കുറിച്ച് പറഞ്ഞു, ഇവരെ കുറിച്ചെല്ലാം പറഞ്ഞ രഹസ്യത്തിലല്ല, പരസ്യത്തിലാ പറഞ്ഞേ. അഭിഷേകം ഇവരെ ഉന്നതിയിൽ കൊണ്ടെത്തിച്ചു. അഭിഷേകം അവരുടെ അവസ്ഥകളെ മാറ്റി. അഭിഷേകം ദാവീദിനെ രാജാവാക്കി, യോസഫിനെ മന്ത്രിയാക്കി, ശൗലിനെ രാജസ്ഥാനത്തെത്തിച്ച്. ഇതെല്ലാം അഭിഷേകമാ. ഇവിടെ പറയുന്നു, നിങ്ങൾ അടുത്തു വന്ന് ഇത് കേൾപ്പീൻ. ഞാൻ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്, ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട്. ഇപ്പോൾ യേശു പറയുവാണ്, യേശുവിനെ കുറിച്ച് പറയുവാണ്, ഇപ്പോഴോ യഹോവയായ കർത്താവ് യേശു പറയും, എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. എന്നെയും ദൈവത്തിൻ്റെ ആത്മാവിനെയും ഇപ്പോൾ അയച്ചിരിക്കുന്നു. ഈ ആത്മാവ് എത്ര പേർക്ക് ലഭിച്ചിട്ടുണ്ട്? ഇനി പറഞ്ഞുകൊണ്ട് നടക്കല്ലേ, ഞാൻ പുഴുവാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ, ആമേൻ, ഞാനൊന്നുമില്ലാത്തവനാന്ന് പറഞ്ഞുകൊണ്ട് നടക്കല്ലേ. നിങ്ങളുടെ മേലിരിക്കുന്ന അഭിഷേകമാ നിങ്ങൾ അത്ഭുതങ്ങളെ ചെയ്യുന്നത്. നിങ്ങളുടെ മേലിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തിയാ നിങ്ങളെ വർദ്ധിപ്പിക്കുന്നത്. നിങ്ങളുടെ മേൽ പകരപ്പെട്ട ആത്മാവിൻ്റെ നിറവ നിങ്ങളെ വർദ്ധിപ്പിക്കുക. എത്ര പേര് ഈ ഹോളിനകത്ത് അത് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? അങ്ങനെയുള്ളൊരു മാത്രം കണ്ണുകളെ അടച്ച റംസകൾക്ക് ഒരു അന്തല റബസിയന്തര യേശുവിൻ്റെ നാമത്തിൽ ആമേ ഒരു അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിച്ചു വിടങ്ങട്ടെ. ഒരു ദൈവ ആത്മീയ ഇന്ന് പകൽ നിങ്ങളുടെ വിശ്വാസത്തിന് എതിരായി നിൽക്കുന്ന എല്ലാം യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ആമേ ഞങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നോക്കി ഇന്ന് രാവിലെ പറഞ്ഞതും ക്യാൻസൽ ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് ഇതാണെന്നല്ല പറയേണ്ടത്, അതിനെ ജയിക്കുന്ന ഒരു കൃപ നിങ്ങളുടെ മേലുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. എന്നും രോഗി
രോഗിയായിരിക്കാനല്ല സ്വർഗത്തിലെ ദൈവം വിളിച്ചത്. ഹല്ലേലൂയ. സൗഖ്യത്തോടെ വിരിക്കുവാനാ. പക്ഷെ അത് നിന്റെ മേൽ ഇരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയാൽ വേണം. ഇന്ന് പകൽ നിന്റെ മേൽ പകരപ്പെടെ എന്നും കടഭാരത്തിനകത്തിരിക്കാനല്ല, എന്നും നിന്നയ്ക്കകത്തിരിക്കാനല്ല, എന്നും പരിഹാസം കേട്ടുകൊണ്ടിരിക്കാനല്ല, എന്നും നാട്ടുകാർക്ക് ചോദ്യചിഹ്നം തന്നിട്ട് അതിനകത്തൊരു കുത്തൂടെ തരാൻ വേണ്ടിയല്ല ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ അതിന്റെ പുറത്തേക്ക് ഇന്ന് പകൽക്കാലം ഇറങ്ങണം. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാട്ടുകാർക്ക് ചോദ്യം ചോദിക്കാനുള്ളതല്ല നീ എന്ന് ഇന്ന് പകൽക്കാലം അറിയണം. നാട്ടുകാർക്ക് ചോദിക്കുന്ന കേട്ടിട്ടുണ്ടോ? ഒരു പുള്ളി ഇങ്ങനെ ഇട്ടിരിക്കുക. ഒരു പുള്ളി, ചോദ്യത്തിന് ഒരു പുള്ളിയുണ്ട്, അടിയിലൊരു കൂത്തൂടുണ്ട്. ഇത് രണ്ടും കേട്ടുകൊണ്ടിരിക്കാനല്ല, ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ഒരു കൃപ നിന്റെ മേൽ വരാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം, യേശുവിന്റെ നാമത്തിൽ നീ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധിയെയും നസ്രനാം യേശുവിന്റെ നാമത്തെ ക്യാൻസൽ ചെയ്യുന്ന പകലിൽ. നിന്റെ ഭവനം ഒരു ബന്ധിക്കപ്പെട്ട അവസ്ഥ ഉണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ വിശ്വാസത്തിന്റെ വാക്കിനകത്ത് കൽപ്പിക്കുക. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ കർത്താവേ ഈ പകലിൽ ഒരു വർദ്ധിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ വാഗ്ദത്തത്തെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഞാനും എന്റെ തലമുറയും പെരുപ്പലാൽ വർദ്ധനവിനാൽ വർദ്ധിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ദേശത്തിനകത്ത് ഞങ്ങൾ ഒരു അനുഗ്രഹമായി മാറാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുക. യേശുവിന്റെ നാമത്തിൽ റൂസബൽ കോരിയന്തര, യേശുവിന്റെ നാമത്തിൽ ആത്മാവി പ്രവചിച്ചു പറ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ മേൽക്കുമേൽ വർദ്ധിക്കാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ നിനക്കെതിരായി നിൽക്കുന്ന എല്ലാറ്റിന്റെ മുകളിൽ നിനക്കൊരു ജയമെടുക്കാൻ പറ്റും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ യേശുവിന്റെ നാമത്തിൽ യഹോവ നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു വർദ്ധനവ് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവന്റെ ആത്മാവ്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ആത്മാവ് യേശുവിന്റെ നാമത്തിൽ തലമുറയെ നോക്കി പ്രവചിക്കുക, ഭവനത്തെ നോക്കി പ്രവചിക്കുക. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ സമ്പത്ത് നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ എല്ലാ കടക്കണിയിൽ നിന്നും ദൈവം പുറത്തു കൊണ്ടുവരട്ടെ. ശുശ്രൂഷകൾ മാറട്ടെ. ദൈവ പട്ടണങ്ങളെ പണിയുന്നവരായി അഭിഷേകത്തിന്റെ നിറവ് വെളിപ്പെടുക. യേശുവിന്റെ നാമത്തിൽ ഒരു അത്ഭുതത്തിന് വേണ്ടി വിളിച്ചു പറ. യേശുവിന്റെ നാമത്തിൽ വായ്കളെ തുറന്ന് വിളിച്ചു പറ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഭവനം യേശുവിന്റെ നാമത്തെ റിലീസ് ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ഭവനത്തിന്മേൽ വ്യാപരിക്കുന്ന, ഞങ്ങളുടെ ഉയർച്ചയെ തടയുന്ന, ഞങ്ങളുടെ തലമുറയുടെ ഉയർച്ചയെ തടയുന്ന എല്ലാ പിശാചിന്റെ കെട്ടുകളെയോ നസ്രനാം യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ മുൻപിലിട്ടിരിക്കുന്ന ചെങ്കടലിനെ നോക്കിക്കൊണ്ട് വിശ്വാസത്തിൽ വിളിച്ചു പറ. യേശുവിന്റെ നാമത്തിൽ വാതിൽ തുറക്കുവാൻ കൽപ്പിക്കുക. അത് ഈ സമയം തന്നെ സംഭവിക്കാൻ പോവുകയാണ്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? എത്ര പേര് വിശ്വാസത്തെ ഈ പകൽ ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ഈ കർത്താവിൻ്റെ വലിയ പകർച്ച ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ വലിയൊരു പരിശുദ്ധാത്മ പകർച്ച ഈ ഹോളിനകത്ത് സംഭവിച്ചുകൊണ്ടായിരിക്കുന്നേ. ഹല്ലേലൂയ. ആത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, യാചിച്ചൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടായി വരും. ഇന്ന് പ്രാർത്ഥിച്ചതൊക്കെ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിച്ചാൽ, ഇന്ന് പ്രാർത്ഥിച്ചതൊക്കെ സംഭവിച്ചു എന്ന് വിശ്വസിച്ചാൽ, ആമീൻ. ഇല്ലാത്തതിനെ ദൈവം തമ്പുരാൻ സൃഷ്ടിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇല്ലാത്തതിനെ ദൈവം തമ്പുരാൻ സൃഷ്ടിക്കുന്നവനാ. ഇന്ന് പകൽ യഹോവ ആരെന്ന് രുചിച്ചറിവീൻ ബൈബിൾ പഠിപ്പിക്കുന്നത്. ഇന്ന് യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. ഇന്ന് പകൽ ആത്മാവിനകത്ത് നിറവിനകത്ത് നിങ്ങൾ വിളിച്ചു പറയുന്നു, കർത്താവ് നിങ്ങളെ വർദ്ധനവിനാൽ വർദ്ധിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ പ്രാർത്ഥിച്ചനുഗ്രഹിക്കുക. കർത്താവിൻ്റെ അത്ഭുതകരം ഈ പകൽ നീട്ടുന്നതിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വവും കർത്താവിന് കൊടുക്കുക. അത് യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ.